അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന ടോപ്പിക്ക്. എടാ ഈ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ മാത്രം പഠിക്കാനുള്ളതല്ല. സെക്കൻഡ് ഗ്രൂപ്പിലെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലും ഏകദേശം 30% മാർക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് മാത്രം വരും. ഓക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ നിന്ന്. അതേപോലെ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പിലും നല്ലൊരു ശതമാനം മാർക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ നിന്ന് എല്ലാ തവണയും ചോദിക്കാറുണ്ട്. അന്നേരം ഈ ഒരു പോർഷൻ എന്ത് ചെയ്താലും നിങ്ങൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് പോകരുത്. കാരണം ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളവർക്കും അതേപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പഠിക്കാൻ വരുമ്പോഴും നല്ല രീതിയിൽ ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എന്ത് ചെയ്യണം, ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോകണം. ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്താ ഒരുപാടൊന്നും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ പഠിക്കാനില്ല, മെറ്റീരിയലും ലേബർ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഗ്രൂപ്പിലോട്ട് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഓവർ ഹെഡ് വരുന്നുണ്ട്, ഫിക്സഡ് കോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അതോടെ ഇതിൻ്റെ കൂടെ തന്നെ അതുകൂടെ വരുന്നുണ്ട്. പക്ഷേ എല്ലാ തവണ അതൊന്നും ചോദിക്കാറില്ല. നോർമലി കഴിഞ്ഞ അറ്റംപ്റ്റിലായാലും രണ്ട് എന്താ ഫസ്റ്റ് ഗ്രൂപ്പിലും സെക്കൻഡ് ഗ്രൂപ്പിലും ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ മതി. ഏതാ ഗ്രൂപ്പ് 1 നമ്മളിപ്പം പഠിക്കുന്ന കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും അതേപോലെ തന്നെ ഗ്രൂപ്പ് 2 മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലും രണ്ടിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരേ മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ അറ്റംപ്റ്റിന്റെ എന്താ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി. ഇനി നോക്കിക്കോ, നമ്മൾ എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. എടാ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ, ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു കോസ്റ്റ് പ്രീ ഡിറ്റർമൈൻ ചെയ്യും. അതായത് ഇതിന് എത്ര രൂപയ്ക്ക് നമുക്ക് വിൽക്കാം എന്നുള്ളത് നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പം പ്രോഡക്റ്റ് എ ആണെന്നുണ്ടെങ്കിൽ ഇത് മാനുഫാക്ചർ ഒക്കെ ചെയ്ത് എല്ലാ സംഭവം വരുന്നതിന് മുന്നേ നമ്മൾ എന്താണ് പ്രീ ഡിറ്റർമൈൻ ചെയ്ത് എന്താ ഒരു 30 രൂപയ്ക്ക് നമുക്ക് കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ 30 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നങ്ങ് തീരുമാനിക്കുവാണ്. ഈ ഒരു 30 രൂപയ്ക്കകത്ത് നിൽക്കണം നമ്മുടെ കോസ്റ്റ്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രീ ഡിറ്റർമൈൻ ചെയ്യുന്ന കോസ്റ്റ്. ഓക്കെ, പക്ഷെ ആക്ച്വല് എത്രയാവാം, ഒന്നെങ്കിൽ ഈ 30-ൽ കൂടുതൽ പോവാം, അല്ലെങ്കിൽ എന്താ ഈ 30-ൽ കുറവും ആവാം. ഏ ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് 28 രൂപയ്ക്ക് ഇത് കോസ്റ്റ് ആയോളൂ, അല്ലെങ്കിൽ ഇവിടെ എത്ര 32 രൂപ കോസ്റ്റ് ആയി. നമുക്ക് എല്ലാം കൂടെ കൂട്ടി വന്ന് മെറ്റീരിയലിന്റെ പൈസ ലേബറിന്റെ പൈസ എല്ലാം കൂടെ കൂട്ടി വന്നപ്പോൾ നമുക്ക് 28 രൂപ ഇവിടെ ആയി. നമ്മൾ പ്രതീക്ഷിച്ചത് 30 ആണ്. ഓക്കെ, അപ്പൊ ആക്ച്വൽ എന്താണ്, കുറഞ്ഞു നിൽക്കുക. നമുക്ക് നല്ലതല്ലേ? എടാ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വില കുറച്ച് ഒരു പ്രോഡക്റ്റ് വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കോസ്റ്റ് കുറവാ, ഉണ്ടാക്കാൻ ചെലവ് കുറച്ചേ വന്നോളൂ എന്നുള്ളത് നമുക്ക് നല്ലതല്ലടാ. അപ്പൊ എന്താണ്, ആക്ച്വൽ ഇതിലും കുറയുക, അപ്പൊ നമുക്ക് നല്ലതാണ്. ഓക്കെ, നല്ലതാണ്. സ്റ്റാൻഡേർഡിലും ആക്ച്വൽ എന്ത് ചെയ്തു, കുറഞ്ഞു നിന്നു, നല്ലതാണ്. ഓക്കെ, അതേപോലെ തന്നെ ആക്ച്വലി സ്റ്റാൻഡേർഡിനേക്കാളും കൂടി. നമ്മൾ 30 പ്രതീക്ഷിച്ചത്, 30 എത്താവൂന്ന് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ നമ്മുടെ കഷ്ടകാലത്തിന് എന്തായി, 32 നല്ലതാണോ? അല്ല. ഇതിനെന്ത് പറയുന്നേ, നല്ലതല്ല എന്ന് അങ്ങനെ കണ്ടോ? ഇനി ഇതിന്റെ വേറെ വാക്കുകൾ വരും. എടാ ഈ നല്ലതാണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫേവറബിൾ എന്ന് പറയുന്നത്. ഫേവറബിൾ. ഓക്കെ, എഫ് എന്നൊക്കെ ബ്രാക്കറ്റ് എഴുതത്തില്ലേ നമ്മൾ, ഫേവറബിൾ. നല്ലതല്ല, അതാണ് എന്ത്, അഡ്വേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡ്വേഴ്സബിൾ. ഓക്കെ, അഡ്വേഴ്സബിൾ ബ്രാക്കറ്റ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, ആ ഒരു മെയിൻ പോയിന്റ് ക്രാക്ക് ചെയ്യാൻ പോവാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് കൂടുതലും ആക്ച്വൽ കോസ്റ്റ് കുറവുമാണെന്നുണ്ടെങ്കിൽ അതാണ് എന്ത്, ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ. നമുക്ക് നല്ലതാണിത്, ഫേവറബിൾ ആണ് എഫ് എന്ന് ഇടാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചത് കൂടുതലുമാണ്, പക്ഷെ നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് എന്താണ്, കുറഞ്ഞു നിൽക്കുവാണ്. നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അടുത്തത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് കുറവുമാണ്, നമ്മൾ പ്രതീക്ഷിച്ചത് കുറവുമാണ്, പക്ഷെ ആക്ച്വലി സ്റ്റാൻഡേർഡിൽ കൂടിയും പോയി. സ്റ്റാൻഡേർഡ് കുറവും ആക്ച്വൽ കൂടുതലുമാണ്. അതായത് 30 സ്റ്റാൻഡേർഡും, പക്ഷെ നമ്മൾ എല്ലാം കൂടെ ഉണ്ടാക്കി വന്നപ്പോൾ 32 രൂപയായി. അന്നേരം എന്താണ്, അത് അഡ്വേഴ്സബിളും. അപ്പം അഡ്വേഴ്സബിൾ എന്താണ്, ഫേവറബിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. മെയിൻ സംഭവം നമുക്ക് പിടികിട്ടി, എന്താണ് അഡ്വേഴ്സബിൾ, എന്താണ് ഫേവറബിൾ എന്ന്. ഇനി ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മെറ്റീരിയൽ വേരിയൻസ്. മെറ്റീരിയലിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകാം. മെറ്റീരിയൽ വേരിയൻസ് ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. എന്താണ് മെറ്റീരിയൽ വേരിയൻസ്? ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റീരിയൽ വേരിയൻസ്. അതിനകത്ത് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മെറ്റീരിയൽ
കോസ്റ്റ് വേരിയൻസ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. അപ്പൊ എന്താണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്നാണ് നമ്മളിത് പറയാൻ പോകുന്നത്. എടാ, നമ്മുടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ രണ്ട് പേര് കാണും. ആരൊക്കെയാ? പ്രൊഡക്ഷൻ മാനേജർ. നമ്മൾ ബേസിക് കോൺസെപ്റ്റിനകത്ത് പറഞ്ഞായിരുന്നു. പ്രൊഡക്ഷൻ മാനേജർ എന്ന ഈ പ്രൊഡക്ഷന്റെ കാര്യവും എത്ര നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്നൊക്കെ നോക്കുന്ന പ്രൊഡക്ഷൻ മാനേജർ കാണും. എത്ര മെറ്റീരിയൽ വേണമെന്നൊക്കെ തീരുമാനിക്കുന്ന ആളാണ് പ്രൊഡക്ഷൻ മാനേജർ, അഥവാ ഞാൻ, അശ്വിൻ. ഓക്കെ. ഇനി ഒരു പർച്ചേസ് മാനേജറും കാണും. പർച്ചേസ് മാനേജർ കാണും. അതാരാ? അത് നിങ്ങളായിക്കോ, നിങ്ങളെന്നിടാം. ഓക്കെ. അന്നേരം ഒരു കസ്റ്റമർ നമ്മുടെ അടുത്തോട്ട് വന്നിട്ട്, നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിലോട്ട് വന്നിട്ട് പറയുവാണ്, ഇയാൾക്ക് എന്ത് വേണം? 10,000 യൂണിറ്റ് പ്രോഡക്റ്റ് വേണം. 10,000 യൂണിറ്റ് പ്രോഡക്റ്റ് വേണം. ഏതാ? നമ്മുടെ കടയിലോട്ട് ഇയാൾ വന്നു. ഇത് ഷോപ്പിലോട്ട് നമ്മുടെ ഇയാൾ വന്നിട്ട് പറയുന്നത് 10,000 യൂണിറ്റ് പ്രോഡക്റ്റ് ആണ് വേണ്ടുന്നത്. അന്നേരം പ്രൊഡക്ഷൻ മാനേജറായിട്ടുള്ള ഞാൻ എന്താ നോക്കണ്ടേ? ഈ 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എത്ര റോ മെറ്റീരിയൽസ് വേണമെന്ന് ഞാൻ നോക്കണം. ഓക്കെ. അന്നേരം ഞാൻ ഇവിടെ ഇങ്ങനെ ആലോചിച്ചിട്ട് നോക്കുവാണ്. ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ പക്ഷെ ഞാനാണല്ലോ പ്രൊഡക്ഷൻ മാനേജർ. ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ 3 കിലോഗ്രാം റോ മെറ്റീരിയൽ വേണം. എന്താടാ? 10,000 യൂണിറ്റും ചോദിച്ചൊരുത്തൻ വന്നു. എൻ്റെ ഒരു ഫ്രണ്ടാന്ന് വെച്ചോ. എൻ്റെ ഫ്രണ്ട് ഉണ്ട്? എൻ്റെ ഫ്രണ്ട് ഗോകുലിന് 10,000 യൂണിറ്റ് എന്ത് വേണം? ഒരു പ്രോഡക്റ്റ് വേണം. നമ്മളിത് ഉണ്ടാക്കുന്ന ആൾക്കാരാ. നമ്മുടെ അടുത്ത് വന്ന് പറയുവാണ്, എനിക്ക് 10,000 യൂണിറ്റ് പ്രോഡക്റ്റ് വേണമെന്ന്. ഞാൻ ഇത് കണക്ക് കൂട്ടിയിട്ട് പറയുവാണ്, എടാ, ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ 3 കിലോഗ്രാം റോ മെറ്റീരിയൽ എനിക്ക് വേണം. അന്നേരം 10,000 യൂണിറ്റ് ഉണ്ടാക്കാൻ എത്ര വേണ്ടി വരും? 10,000 ഇൻറ്റു 3 ചെയ്യുമ്പം 30,000 കിലോഗ്രാം റോ മെറ്റീരിയൽ എനിക്ക് വേണം. ഓക്കെ. ഇത് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്തുവാ? പ്രൊഡക്ഷൻ മാനേജറായിട്ടുള്ള ഞാൻ, ഇവൻ എൻ്റെ അടുത്ത് വന്നാന്നല്ലോ പറഞ്ഞ, അല്ലെങ്കിൽ കമ്പനി വന്നാ പറഞ്ഞേ, പ്രൊഡക്ഷൻ മാനേജറായിട്ടുള്ള ഞാൻ എന്ത് ചെയ്തു? മെറ്റീരിയലിന്റെ കാര്യം 30,000 കിലോഗ്രാം റോ മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞു. അതെന്ത് ചെയ്യും? ഈ പ്രൊഡക്ഷൻ മാനേജറായിട്ടുള്ള ഞാൻ പർച്ചേസ് ആയിട്ടുള്ള നിങ്ങളുടെ അടുത്ത് വന്ന് പറയുക, എടേ, നമുക്ക് കണ്ട് ഈ പ്രോഡക്റ്റിന് ഒരു ഓർഡർ വന്നിട്ടുണ്ടേ, 30,000 കിലോഗ്രാം റോ മെറ്റീരിയൽ കൂടിയേ തീരൂ, സാധനം വേണം. നിങ്ങൾ എന്ത് ചെയ്യുക? പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വരിക. പർച്ചേസ് മാനേജർ നോക്കിയിട്ട് പറയുവാണ്, ഈ 1 കിലോ ഇയാളാണല്ലോ പർച്ചേസ് ചെയ്യുന്നത്. പർച്ചേസ് മാനേജർ എന്ന പേര് കേൾക്കുമ്പോൾ പറയാൻ, എന്താ, ഈ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന പർച്ചേസ് മാനേജർ ആയിരിക്കും. അല്ലാതെ പ്രൊഡക്ഷൻ മാനേജറായിട്ടുള്ള ഞാൻ ഇറങ്ങിപ്പോയി പർച്ചേസ് ചെയ്തുകൊണ്ട് വരേണ്ട കാര്യമുണ്ടോ? എടാ, ഓരോരുത്തർക്കും ഓരോ ജോലി അല്ലയോ. അന്നേരം ഇയാൾ നോക്കിയപ്പം പറയുവാണ്, 1 കിലോഗ്രാം യൂണിറ്റിന്റെ വിലയല്ല, ഇവിടുത്തെ വിലയല്ല നമ്മൾ നോക്കുന്നത്, റോ മെറ്റീരിയലിന്റെ വിലയാണ് ഈ നോക്കുന്നത്. 1 കിലോഗ്രാം റോ മെറ്റീരിയലിന്റെ വില എന്ന് പറയുന്നത് 10 രൂപയാണെന്ന് പറയുക അയാൾ. പർച്ചേസ് മാനേജർ നോക്കിയിട്ട് പറയുക, 1 കിലോഗ്രാമിന്റെ വില 10 രൂപയാണെന്ന് പറയുക. അങ്ങനാണെന്നുണ്ടെങ്കിൽ 30,000 കിലോഗ്രാം ആണല്ലോ വേണ്ടുന്നേ. 30,000 കിലോഗ്രാമിന്റെ വില എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 3 ലക്ഷം രൂപയായിരിക്കും. 3 ലക്ഷം രൂപ. മനസ്സിലായല്ലോ? വ്യക്തമായല്ലോ? ഇനി പക്ഷേ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേന് എന്ത് പറ്റി? ഒരു പ്രശ്നം പറ്റി. എന്ത് പ്രശ്നമായിരിക്കും? നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേന് ഈ 30,000 കിലോഗ്രാം റോ മെറ്റീരിയലിനകത്ത് നിന്നില്ല. എൻ്റെ ഒരു അബദ്ധം എന്ന് വെച്ചോ. ഞാൻ ഈ 30,000 മതി ഉണ്ടാക്കാനെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് പറ്റി? എല്ലാം കൂടെ ഒക്കെ ഉണ്ടാക്കി വന്നപ്പോൾ 33,000 കിലോഗ്രാം എടുക്കേണ്ടി വന്നു. അപ്പോൾ ആക്ച്വൽ എത്ര ഉണ്ടായി? 30,000 കിലോഗ്രാം ആണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷെ എല്ലാം കൂടെ ഒക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേന് 33,000 കിലോഗ്രാം റോ മെറ്റീരിയൽ വേണ്ടി വന്നു. എൻ്റെ കയ്യിലെ കുഴപ്പം. പർച്ചേസ് മാനേജർ എന്താ 10 രൂപയെന്നല്ലേ പറഞ്ഞത്? 10 രൂപ പറഞ്ഞത് ഇയാളുടെ അബദ്ധത്തിന് എന്തായി? അത് 1 രൂപയും കൂടെ കഷ്ടകാലത്തിന് മെറ്റീരിയലിന്റെ വില കൂടി 11 രൂപയായി. നമ്മുടെ കയ്യിൽ അബദ്ധം. ഇപ്പൊ എന്തായി? വ്യത്യാസം എന്തൊക്കെ വന്നടാ? 30,000 വേണ്ടുന്ന സാധനത്ത് നമ്മൾ 33,000 കിലോഗ്രാമുമായി. 10 രൂപ പറഞ്ഞ സ്ഥലത്ത് പർച്ചേസ് മാനേജർ പർച്ചേസ് ചെയ്തുകൊണ്ടുവന്നപ്പോൾ 11 രൂപയായി. ഓക്കെ, വ്യക്തമായല്ലോ? 11 രൂപയായി. പക്ഷേ നമ്മൾ ആദ്യം ഇവര് വന്ന് ഓർഡർ ചെയ്ത സമയത്ത് നമ്മൾ ഈ ഗൂഗിളിനോട് ഞാൻ പറഞ്ഞായിരുന്നു, എൻ്റെ ഒരു അബദ്ധത്തിന് ഞാൻ പറഞ്ഞായിരുന്നു, എടാ ഗൂഗിളെ, മൊത്തത്തിൽ 3 ലക്ഷം രൂപയല്ലേ നമുക്ക് കഴിഞ്ഞ കണക്കൂട്ടത്തിലാവും. 3 ലക്ഷം രൂപയല്ലേ ഇവിടെ ആവും. നേരത്തെ
നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ അന്നേരത്തെ എൻ്റെ അബദ്ധത്തിന് ഞാൻ ഗൂഗിളിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, എടാ ഗൂഗിളെ നീ 4,00,000 രൂപ കൊണ്ടുവന്നാൽ മതിയെന്ന്. ഓക്കെ, 1,00,000 രൂപ നമ്മുടെ പ്രോഫിറ്റൂടെ ചേർത്ത് എത്ര 1,00,000 നമ്മുടെ പ്രോഫിറ്റൂടെ ചേർത്തിട്ട് ഇതെന്താ പ്രോഫിറ്റ് 1,00,000 പ്രോഫിറ്റൂടെ ചേർത്തിട്ട് നീ 4,00,000 രൂപ കൊണ്ടുവന്നാൽ മതിയെന്ന്. അപ്പോൾ നമ്മളിവിടെ 1,00,000 രൂപ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചിരിക്കുക. നേരത്തെ സെയിലിനകത്ത് ഗൂഗിൾ 10,000 യൂണിറ്റ് കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്തത്. 30,000 റോ മെറ്റീരിയലും 10 രൂപ വെച്ചിട്ട് ഒരു റോ മെറ്റീരിയലിനും. പക്ഷേ നമ്മുടെ കഷ്ടകാലത്തിന് എന്തോ ആയി, 3,000 മെറ്റീരിയൽ കൂടുതലും നമ്മൾ ഉപയോഗിച്ചു. പർച്ചേസ് മാനേജർ സാധനം വാങ്ങാൻ ചെന്നപ്പോഴത്തേന് 10 രൂപ പറഞ്ഞവൻ 11 രൂപയ്ക്കാണ് കൊടുത്തത്. ഓക്കെ, അബദ്ധം പറ്റി. ഇവിടെ എത്ര രൂപ മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി? 33,000 കിലോഗ്രാം 11 രൂപ വെച്ചാകുമ്പോൾ എത്ര ആയി? 33,000 ഇൻറ്റു 11 ഒന്ന് ചെയ്തേടാ. 33,000 ഇൻറ്റു 17 11 ചെയ്യുമ്പോഴത്തേന് 3,63,000 എന്ന് കിട്ടും. എത്ര കിട്ടി? 3,63,000 ആയി. ഓക്കെ, ഇനി നമുക്കൊന്ന് നോക്കാം. നമ്മൾ ജസ്റ്റ് ശ്രദ്ധിച്ചോ, നമ്മൾ ബഡ്ജറ്റ് ചെയ്തതും നമ്മുടെ ആക്ച്വലും ആയതും. ബഡ്ജറ്റ് ചെയ്ത് എങ്ങനെയാണ്? റോ മെറ്റീരിയൽ എങ്ങനെയാടാ? 3,00,000 നമ്മൾ ബഡ്ജറ്റ് ചെയ്തത്. ഇവിടെ നമ്മൾ ബഡ്ജറ്റ് ചെയ്ത റോ മെറ്റീരിയൽ എത്രയാണ്? 3,00,000 അല്ല, ഇവിടെ ആക്ഷൻ ഉണ്ടായത് ഇപ്പോൾ എത്രയാണ്? റോ മെറ്റീരിയൽ 3,63,000 റോ മെറ്റീരിയൽസ് വെച്ച് എല്ലാം കൂടെ ഉണ്ടാക്കി വന്നപ്പോൾ 11 രൂപ വെച്ചിട്ട് 33,000 കിലോഗ്രാം. ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ എത്രയായി? 30,000 10 രൂപ വെച്ചാണ് നമ്മൾ ബഡ്ജറ്റ് ചെയ്തിരുന്നത്, മുൻകൂട്ടി വിചാരിച്ചിരുന്നത്. അത് 3,00,000 ആയിരുന്നു. ഇവിടെ പക്ഷേ ആക്ച്വൽ എത്ര ആയി? 3,63,000 ആയി. നമ്മൾ ഗൂഗിളിന് കൊടുക്കാന്ന് പറഞ്ഞാൽ എത്ര രൂപയ്ക്കാടാ? ഗൂഗിളിന് കൊടുക്കാന്ന് പറഞ്ഞാൽ 4,00,000 രൂപയ്ക്കാണ്. നമ്മുടെ അബദ്ധത്തിന് നമ്മൾ ഇത് മുൻകൂട്ടി അവൻ്റെ അടുത്ത് പറഞ്ഞു. സാധനം ഉണ്ടാക്കുന്നതിന് മുമ്പേ നമ്മൾ അവനോട് പറഞ്ഞു, എടാ ഗൂഗിളെ നിനക്ക് എന്ത് പറ്റി, നീ 4,00,000 രൂപയ്ക്ക് സാധനം എടുത്തോളാൻ പറഞ്ഞു. അപ്പം നമ്മുടെ എന്താണ് സെയിലല്ലേ ഇവിടെ? സെയിലല്ലേ ഇവിടെ? 4,00,000 രൂപയാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ എന്താണ് സെയില് 4,00,000 രൂപയാണ്. ഓക്കെ, ഇതിന് കൂടുതൽ നമ്മൾ വാക്ക് പറഞ്ഞതാണ് മുന്നേ. അപ്പം ഈ റോ മെറ്റീരിയൽ ഇവിടെ ആയതെന്ന് പറയുമ്പോൾ നമ്മുടെ കോസ്റ്റ് അല്ലേ? ഓക്കെ, കോസ്റ്റ് അല്ലേ ഇത്? 3,63,000 3,00,000. ഇവിടെ പ്രോഫിറ്റ് എത്ര ഉണ്ട്? ഒന്ന് ചെക്ക് ചെയ്തേ. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആദ്യം വിചാരിച്ചിരുന്നത് 1,00,000 രൂപ പ്രോഫിറ്റ് കിട്ടുമെന്നാണ് ബഡ്ജറ്റ് ചെയ്ത് വെച്ചിട്ട്. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് എത്രയേ പ്രോഫിറ്റ് എടുക്കാനുള്ളൂ? എത്രയേ പ്രോഫിറ്റ് എടുക്കാനുള്ളൂ? 3,63,000 4,00,000ൻ്റെയും കൂടെ എത്ര വ്യത്യാസമുണ്ട്? 37,000 രൂപ ഇവിടെ പ്രോഫിറ്റ് കിട്ടും. അപ്പം നമ്മളവിടെ എന്താണ് 1,00,000 പ്രതീക്ഷിച്ച് നിൽക്കും. ഓക്കെ, പക്ഷേ ഇവിടെ അത്രയും നമുക്ക് ആക്ച്വലി എടുക്കാൻ പറ്റുള്ളൂ, 37,000 രൂപ എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് എന്തെന്ന് പറയുന്നത്? വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വേരിയൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നോക്കിക്കോ, ഇവിടെ എന്ത് ചെയ്തു? രണ്ടിടത്തും വേരി ചെയ്തു. അപ്പോൾ ഈ വേരിയൻസ് എങ്ങനെയാണ് നമുക്ക് വരുന്നത്? നോക്കിക്കോ, വേരിയൻസ് എങ്ങനെയാ? സ്റ്റാൻഡേർഡ് നമ്മൾ പ്രതീക്ഷിച്ച ക്വാണ്ടിറ്റി എത്ര ആയിരുന്നു? 30,000 ആണല്ലോ. ഓക്കെ, ഈ 3,00,000 എങ്ങനെ വന്നേ? 30,000 ആണല്ലോ നമ്മൾ പ്രതീക്ഷിച്ചത്. നമ്മൾ ഉദ്ദേശിച്ചിരുന്ന സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര ആയിരുന്നു? 10 രൂപയായിരുന്നല്ലോ. എടാ 30,000 യൂണിറ്റ് 10 രൂപയെന്ന് പറഞ്ഞപ്പോഴാണല്ലോ ഇവിടെ എന്ത് വന്നത്? നോക്കിക്കോ, ഇവിടെ ഈ കോസ്റ്റ് എങ്ങനെ കിട്ടിയത്? 3,00,000 നമ്മുടെ 30,000 റോ മെറ്റീരിയൽ ഏ ഏ എത്ര രൂപയ്ക്ക്? 10 രൂപയ്ക്ക് ആണ് പ്രതീക്ഷിച്ചത്. അങ്ങനെയാണ് നമുക്കിവിടെ 3,00,000 കിട്ടിയത്. ഓക്കെ, ഇവിടെ എത്രയാണ്? 33,000 നമ്മൾ ഉപയോഗിച്ചു. 33,000 കിലോഗ്രാം 11 രൂപയ്ക്കാണ് ഇവിടെ 3,63,000 കിട്ടിയത്. അപ്പൊ ഇവിടെ എത്രയാണ് നമ്മുടെ വ്യത്യാസം എന്ന് പറയുന്നത്? എടാ നമ്മുടെ ആക്ച്വൽ എന്ത് ചെയ്തു? ഇവിടെ ആക്ച്വൽ ആണല്ലോ കൂടുതൽ. നമ്മുടെ ബഡ്ജറ്റ് അഥവാ നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്തു? നമ്മൾ പ്രീഫിക്സ് ചെയ്തത് കുറഞ്ഞു പോയി. ആക്ച്വൽ ആണ് കൂടുതൽ. ആക്ച്വൽ കൂടുമ്പോൾ നമ്മൾ എന്തോ പഠിച്ചത്? ഇവിടെ അഡ്വേഴ്സ് സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ എത്ര വ്യത്യാസമുണ്ട് ഇവിടെ? 63,000ന്റെ വ്യത്യാസമുണ്ട്. മനസ്സിലായോ? എത്ര വ്യത്യാസം ഉണ്ടാ? 63,000 രൂപയുടെ വ്യത്യാസം ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ നമുക്കൊന്ന് ചെയ്യാം. നമ്മൾ ആദ്യം എന്താ പ്രീ ഡിറ്റർമൈൻ ചെയ്തതിനെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇതായിരുന്നു. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമുക്ക് SQ എന്ന് എഴുതാമല്ലോ. നമ്മൾ പ്രതീക്ഷിച്ചത് ഇതാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഓക്കെ, ഈ ആദ്യമേ നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത പ്രൈസ് എത്ര ആയിരുന്നു? 10. അതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയാമല്ലോ. ഓക്കെ, ഇനി ഇവിടെ അതുപോലെ നോക്കിക്കോ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഇത് കിട്ടും, 3,00,000 കിട്ടും. ഓക്കെ, ഇനി ഇതിന് നമുക്ക് ആക്ച്വൽ ഉണ്ടായ ക്വാണ്ടിറ്റി എന്ന് പറയാൻ 33,000. ഇവിടെ നമുക്ക് ആക്ച്വൽ പ്രൈസ് എന്നും അറിയാം. അപ്പൊ ഇതിന്റെ വ്യത്യാസം എന്താണ്? ഈ 63,000. ഓക്കെ,
63,000 ആണല്ലോ. അപ്പൊ സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ ആണ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ ഒരു 63,000 രൂപ അഡ്വേഴ്സ് ആയിട്ട് കിട്ടിയത്. അന്നേരം നോക്കിക്കോ, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയത്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ഇക്വേഷൻ കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? 63,000 അഡ്വേഴ്സ് എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. 63,000 അഡ്വേഴ്സ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന എത്ര രൂപയ്ക്കായിരുന്നടാ? നമ്മുടെ മനസ്സിൽ കരുതിയിരുന്നത്, എൻ്റെ പൊന്നെ, ഈ സാധനം 3 ലക്ഷം രൂപയ്ക്ക് കൊടുത്തിട്ട് 1 ലക്ഷം രൂപ പ്രോഫിറ്റ് അടിക്കായിരുന്നു, ലാഭം അടിക്കാന്ന് പറഞ്ഞ് എഴുതിയാണ്. നമ്മുടെ കഷ്ടകാലത്തിന് ഇതെല്ലാം കൊണ്ട് ഉണ്ടാക്കി വന്നപ്പോൾ 3,63,000 രൂപയായി. 37,000 രൂപ ഇനി നമുക്ക് ലാഭം കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ പ്രതീക്ഷേനേക്കാളും എത്ര വ്യത്യാസമുണ്ട്? 63,000 രൂപ കുറവല്ലയോ? അപ്പം ഫേവറബിൾ അല്ലല്ലോ നമുക്ക്. ഫേവറബിൾ എന്ന് വെച്ചാൽ എന്താ? നമുക്ക് നല്ലതല്ലേ? നമ്മൾ അതങ്ങനെ എഴുതി പഠിച്ച മേളില് ഇവിടെ അഡ്വേഴ്സ് അല്ലാണ് 63,000 രൂപ. അതാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിന്റെ ഇക്വേഷൻ. ഇത്രയും ചേഞ്ചസ് വന്നു. ഓക്കെ, വ്യക്തമായല്ലോ. ഇപ്പം ഇവിടെ എന്തോ സംഭവിച്ചത്? ഇവിടെ നമ്മുടെ ക്വാണ്ടിറ്റിയും മാറി, പ്രൈസും മാറി. 30,000 നമ്മൾ പ്രതീക്ഷിച്ചത് 33,000 ആയി, 10 നമ്മൾ പ്രതീക്ഷിച്ചത് 11 ആയി. ഇനി ചിലപ്പം ഏതെങ്കിലും ഒരു സമയത്ത് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഈ പ്രൈസ് മാത്രമേ ചേഞ്ച് ആവൂ, അല്ലെങ്കിൽ ഈ ക്വാണ്ടിറ്റി മാത്രമേ ചിലവാകും, കൂടുതലാവും. ഓക്കെ, ഇപ്പൊ നമ്മുടെ അടുത്തൊരു സിറ്റുവേഷൻ നമുക്ക് എടുക്കാം. എന്താ, നമ്മളിവിടെ നമ്മുടെ വീണ്ടും പ്രൊഡക്ഷൻ മാനേജർ ആരാണ്? ഞാൻ. പർച്ചേസ് മാനേജർ ആരാണ്? നിങ്ങൾ. ഓക്കെ, സെറ്റ് ആവുന്നല്ലോ, ഒരു മാറ്റവും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുവാണ്? വീണ്ടും സാധനം വാങ്ങാൻ പറയുവാണ്. ഞാൻ എന്താ 30,000 കിലോഗ്രാം ഗോകുല് വീണ്ടും വന്നു. നമ്മുടെ ഈ മേലത്തെ കേസ് കഴിഞ്ഞു, ഇത് കേസ് 2 ആണ്. ഓക്കെ, അടുത്ത കേസ് 30,000 കിലോഗ്രാം ഗോകുല് വീണ്ടും വന്നു. ഈ മണ്ട എന്ത് ചെയ്യും? 10,000 യൂണിറ്റ് വേണമെന്നും പറഞ്ഞ് 10,000 വേണമെന്നും പറഞ്ഞ് വീണ്ടും വന്നു. ഓക്കെ, നമ്മൾ എന്താണ് വീണ്ടും ഉണ്ടാക്കാൻ 30,000 കിലോഗ്രാം വേണം. എത്ര രൂപ? പർച്ചേസ് മാനേജറായിരുന്നു പറയുന്നത് പൈസയുടെ കാര്യം. അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റിന് എന്താണ് 3 കിലോഗ്രാം വെച്ച് 30,000 കിലോഗ്രാം വേണം. പർച്ചേസ് മാനേജർ അടുത്ത് ചെന്നപ്പോൾ പർച്ചേസ് മാനേജർ പറഞ്ഞു വീണ്ടും എത്രയാണ് 10 രൂപയെന്ന് പറഞ്ഞു. പക്ഷേ നമുക്കിനി ഒരബദ്ധം പറ്റി. അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 33,000 കിലോഗ്രാം എനിക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ ഈ തവണ എന്തോ ഭാഗ്യം കൊണ്ട് എന്ത് പറ്റി? ഈ 10 രൂപയ്ക്ക് തന്നെ ആർക്ക് സാധനം കിട്ടി? ആർക്ക് സാധനം കിട്ടിയടാ? നമ്മുടെ പർച്ചേസ് മാനേജറിന് സാധനം കിട്ടി. എന്തൊരു ഭാഗ്യമാണെന്ന് നോക്കണേ. അന്നേരം ഇവിടെ എന്താണ്? എക്സ്ട്രാ 3,000 മാത്രമേ യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നോളൂ. പ്രൈസിന് എന്തില്ല? യാതൊരു മാറ്റവും ഇല്ല. വ്യക്തമായല്ലോ. ഇവിടെ എന്തിന് മാത്രമാണ് വ്യത്യാസം വന്നത്? ക്വാണ്ടിറ്റിക്ക് മാത്രമാണ് വ്യത്യാസം വന്നത്. 3,000 മെറ്റീരിയലിലൂടെ എക്സ്ട്രാ യൂസ് ചെയ്തത് മാത്രമാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, അപ്പം ഈ എക്സ്ട്രാ യൂസ് ചെയ്തതിന് നമുക്ക് എന്തെങ്കിലും ഒരു പേരിട്ട് വിളിച്ചാലോ? എക്സ്ട്രാ യൂസ് ആണ് വന്നത്, എക്സ്ട്രാ യൂസ് ഓഫ് മെറ്റീരിയൽ. അതിന്റെ പേരാണ് എന്ത്? മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് നമുക്ക് പറയാം. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. ഓക്കെ, മെറ്റീരിയൽ എക്സ്ട്രാ ഉപയോഗിച്ചു. ഇവിടെ എന്തില്ല? നേരത്തെ പോലെ രണ്ടെണ്ണത്തിലും മാറ്റമില്ല. മെറ്റീരിയൽ യൂസേജിൽ മാത്രമേ എന്ത് വന്നോളൂ? വ്യത്യാസം വന്നോളൂ. സെറ്റാണല്ലോ. ഓക്കെ, അന്നേരം ഇതെങ്ങനെ യൂസേജിന്റെ കാര്യം നമ്മൾ കണ്ടുപിടിക്കുന്നേ? ഈ 30,000 ഇൻറ്റു 10 നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റാൻഡേർഡ് നമ്മൾ പ്രതീക്ഷിച്ച ഏതാടാ? 30,000 ഇൻറ്റു 10 നമ്മൾ ഉദ്ദേശിച്ചത് സ്റ്റാൻഡേർഡ്, അതായത് 3 ലക്ഷം. ഓക്കെ, നമുക്ക് സ്റ്റാൻഡേർഡ് എന്ന് എഴുതിക്കാം. സ്റ്റാൻഡേർഡ്. ഇനി നമുക്ക് വന്ന എത്രയാണ് ആക്ച്വല് വന്ന എത്രടാ? 33,000 ഇൻറ്റു 10 വന്നത്. അന്നേരം ഇവിടെ എത്ര കിട്ടി? 3,30,000. അപ്പൊ ഇവിടുത്തെ വ്യത്യാസം എത്രടാ? 30,000ത്തിന്റെ വ്യത്യാസമാണ് നമുക്കുള്ളത്. അപ്പൊ ഇവിടെ ഏതാ കൂടുതൽ? സ്റ്റാൻഡേർഡ് ആണോ ആക്ച്വൽ ആണോ കൂടുതൽ? ആക്ച്വൽ അല്ലേ കൂടുതൽ. ആക്ച്വൽ കൂടിക്കഴിഞ്ഞാൽ നല്ലതാണോ നമുക്ക് പന്നലാണോ? പന്നലാണ്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? അഡ്വേഴ്സ് ആണ്. 30,000 അഡ്വേഴ്സാ. അപ്പൊ ഈ ഇക്വേഷൻ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? എങ്ങനെ ഇക്വേഷൻ വരും? ഇവിടെ എന്താണ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി തന്നെയാണ്. ഇവിടെ എന്താണ്? നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്ത സ്റ്റാൻഡേർഡ് പ്രൈസും ആണ്. ഓക്കെ, ഒരു മാറ്റവും ഇല്ലല്ലോ. അപ്പുറത്ത് നോക്കിക്കേ,
സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആണോ ഇവിടെ? അല്ല. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയിൽ നിന്ന് ചേഞ്ച് ഉണ്ട്. 30,000 നമ്മൾ പ്രതീക്ഷിച്ചെടുത്തതിന് 33,000 ആയി. 3,000 കൂടെ കൂടുതലുണ്ട്. അന്നേരം ഇതെന്താണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി ആണിത്. ഓക്കെ, ചേഞ്ച് ഉണ്ട്. ഇപ്പോഴത്തെ ആ സ്റ്റാൻഡേർഡ് പ്രൈസിന് തന്നെ നമുക്ക് കിട്ടിയില്ലോടാ. 10 രൂപ നമ്മൾ മുന്നിൽ കണ്ടു, 10-ന് തന്നെ കിട്ടി. അപ്പൊ അതെന്താണ്? സ്റ്റാൻഡേർഡ് പ്രൈസ് തന്നെയാണ്. അപ്പൊ ഇത് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 30,000 അഡ്വേഴ്സ് എന്ന് കിട്ടിയത് ഇവിടെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ എന്താ? നമുക്ക് വേണമെങ്കിൽ ഈ എസ് പി രണ്ടിടത്തും എസ് പി ഉണ്ടല്ലോ, എസ് പിയെ കോമൺ ആയിട്ട് അങ്ങ് എടുക്കാം. ഇവിടെ എന്താണ്? യൂസേജിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യടാ? ഈ എസ് പിയെ കോമൺ ആയിട്ട് അങ്ങ് എടുക്കാം. അന്നേരം എന്ത് ചെയ്യാം? എസ് ക്യൂ കോമൺ ആയിട്ട് എടുക്കുമ്പോഴത്തേന് ഇത് പുറത്തു വരും. ഓക്കെ, എസ് ക്യൂ മൈനസ് എ ക്യൂ ഇൻറ്റു എസ് പി എന്ന് വരും. ഓക്കെ, മെറ്റീരിയൽ യൂസേജ് വേരിയൻസിന്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. എങ്ങനെയാണ് കിട്ടുന്നത്? മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്താ? യൂസേജിൽ മാത്രമേ മാറ്റമുള്ളൂ. ഓക്കെ, 30,000 33,000 ആയി. സ്റ്റാൻഡേർഡിൽ നിന്ന് കൂടിയിട്ടുണ്ട്, നല്ലതല്ല. അപ്പൊ എസ് ക്യൂ മൈനസ് എ ക്യൂ ഇൻറ്റു എസ് പി ചെയ്യുമ്പം എന്ത് കിട്ടും? ഈ 30,000 അഡ്വേഴ്സ് എന്ന് കിട്ടും ഈ ഒരു കേസിൽ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നതെന്ന് മനസ്സിലായ? മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. ഓക്കെ, യാതൊരുവിധ കുഴപ്പമില്ലല്ലോ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എങ്ങനെ വന്നെന്നുള്ളത്. ഇനി ഇനി എന്ത് ചെയ്യാം? അടുത്തൊരു കേസ് ഉണ്ട്. അടുത്ത മൂന്നാമത്തെ കേസ് എന്തായിരിക്കൂടാ? ഇവിടെ നമ്മുടെ ക്വാണ്ടിറ്റി ആണല്ലോ മാറിയത്. ഇനി നമ്മൾ ചിലപ്പോൾ ക്വാണ്ടിറ്റി മാറത്തില്ല. എന്തായിരിക്കും മാറുന്നത്? നമ്മൾ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് വരെ കണ്ടുപിടിച്ചു. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് കഴിഞ്ഞാൽ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഏതാ? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. അതായത് സിമ്പിളാ. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. എടാ, ഇവിടെ വേരി ചെയ്യുന്നത് എന്തായിരിക്കും? പ്രൈസ് ആയിരിക്കും. അതായത് 10 രൂപയ്ക്ക് പ്രൊഡക്ഷൻ മാനേജർ ആയിട്ടുള്ള ഞാൻ എന്ത് ചെയ്തു? കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ പർച്ചേസ് മാനേജർ ആദ്യം കണ്ടത് 10 രൂപയായിരുന്നു. ഓക്കെ, പക്ഷേ പർച്ചേസ് മാനേജർ വാങ്ങിച്ചത് എത്ര രൂപയ്ക്കാ? 11 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഓക്കെ, അന്നേരം എന്താണ് ഇവിടെ ചേഞ്ച് വന്നത്? പ്രൈസിനാണല്ലോ ചേഞ്ച് വന്നത്. ഇതാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത്. എടാ, ഈ പ്രൈസ് വാങ്ങിയത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആയിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത്. കാരണം എന്തുമായിട്ട് കമ്പയർ ചെയ്യണം? ആക്ച്വൽ ക്വാണ്ടിറ്റി ആയിട്ട് വേണം കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാരണം എന്ത് ചെയ്യുന്നു? ഈ പ്രൊഡക്ഷൻ മാനേജറിന് അല്ല ഈ പർച്ചേസ് മാനേജറിന് എന്തറിയത്തില്ല? എന്തറിയത്തില്ലടാ? എത്ര യൂണിറ്റാ ഇയാൾ ഉപയോഗിക്കുന്നതെന്ന് അറിയത്തില്ല. ഇയാളോട് കൊണ്ടുവരാൻ പറയുന്നത് മാത്രമേ ആർക്കറിയാവൂ? ഈ പറയുന്ന പർച്ചേസ് മാനേജറിന് അറിയാവൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇവിടെ എന്താണ് വ്യത്യാസം? നമ്മുടെ പ്രൈസ് വേരിയൻസ് ആണല്ലോ. അപ്പൊ എന്താ? ജസ്റ്റ് നോക്കിയാൽ മതി. ഇത്രയും മാത്രം നോക്കിയാൽ എന്ത്? പ്രൈസ് സ്റ്റാൻഡേർഡ് പ്രൈസിൽ നിന്ന് ആക്ച്വൽ പ്രൈസിലോട്ടുള്ള വ്യത്യാസം. അതാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? എ ക്യൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? എസ് പി ഇൻറ്റു എ ക്യൂ മൈനസ് എ പി ഇൻറ്റു എ ക്യൂ. ഇങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. മറ്റേ നമ്മുടെ ഇതുമായിട്ടൊന്ന് ചെയ്തു നോക്കാം, എങ്ങനെ വരുമെന്ന് നോക്കാം. നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? 10 ആണല്ലോ. ആക്ച്വൽ ക്വാണ്ടിറ്റി നമ്മൾ എത്ര കൊണ്ടുവരുന്നുണ്ട്? എത്ര കൊണ്ടുവരുന്നുണ്ടാ? 33,000 കൊണ്ടുവരുന്നുണ്ട്. ഇനി ആക്ച്വൽ പ്രൈസ് നമുക്ക് എത്ര ആയി? 11 ആയി. ആക്ച്വൽ ക്വാണ്ടിറ്റി നമ്മൾ എത്ര കൊണ്ടുവരുന്നുണ്ട്? 33,000 കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവിടെ എത്ര ആയി? 3,30,000. ഇവിടെ എത്ര ആയി? 3,63,000 ആയി. ഇതിന്റെ വ്യത്യാസം എത്രയാടാ? ഇവിടെ കൂടുതൽ ഏതാ? നമ്മുടെ ഇവിടാണ് കൂടുതൽ. അതായത് ഇത് അഡ്വേഴ്സ് അല്ലേ? അപ്പൊ എത്ര അഡ്വേഴ്സ്? 33,000 അഡ്വേഴ്സ് ആണ്. ഓക്കെ, 33,000 അഡ്വേഴ്സ് എന്ന് നമുക്ക് കിട്ടി. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് നമുക്ക് എത്ര കിട്ടി? 33,000 അഡ്വേഴ്സ് എന്ന് കിട്ടി. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് നമുക്ക് എന്തോ കിട്ടി? 30,000 അഡ്വേഴ്സ് എന്ന് കിട്ടി. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്തോ കിട്ടി നമുക്ക്? എന്തോ കിട്ടിയടാ? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ചെയ്തപ്പം 63,000 അഡ്വേഴ്സ് എന്ന് കിട്ടി. താണ്ടാണ്ടോ 63,000 കിടക്കുന്നേ. അപ്പൊ ഇത് മൂന്നും കൂടെ എന്തോ റിലേഷൻ ഉള്ള പോലെ നമുക്ക് തോന്നില്ലേ? എടാ, റിലേഷൻ ഉണ്ട്, നോക്കിക്കോ. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഈസ് ഈക്വൽ ടു മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് പ്ലസ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആണ്.
അപ്പൊ നമുക്ക് കിട്ടിയതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റീകൺസിൽ ചെയ്ത് നോക്കണം. അഥവാ ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയിട്ട് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ ശരിയായിരിക്കും. അപ്പൊ ഇവിടെ കിട്ടുന്ന എന്ന് നമുക്ക് നോക്കാം. എത്രയാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് വന്നത്? 63,000 അഡ്വേഴ്സ് എന്നാണ് കിട്ടിയത്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 30,000 അഡ്വേഴ്സ് എന്ന് കിട്ടി. ഓക്കെ. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ചെയ്തപ്പോൾ നമുക്ക് 33,000 അഡ്വേഴ്സ് എന്ന് കിട്ടി. ഇത് രണ്ടും കൂടെ സെയിം അല്ലേടാ? ഈക്വൽ അല്ലേ? നോക്കേ, ആണല്ലോ. ഇതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ഓരോന്നിന്റെ ഇക്വേഷനായിട്ട് ഒന്നുകൂടെ ഒന്ന് എഴുതി നോക്കിയാലോ? മെറ്റീരിയൽ ശ്രദ്ധിച്ചോണം. എങ്ങനെയാണ് ഇക്വേഷൻ വന്നതെന്ന് പറഞ്ഞേ. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിന്റെ ഇക്വേഷൻ ആദ്യം എഴുതാം. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്താ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. സ്റ്റാൻഡേർഡിൽ നിന്ന് ആക്ച്വലുള്ള വ്യത്യാസം. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. ഓക്കെ. ഇനി ഇതിനെ എന്ത് ചെയ്യാം? രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിനെ. എന്തൊക്കെയായിട്ടാ? മെറ്റീരിയൽ യൂസേജും അഥവാ മെറ്റീരിയൽ പ്രൈസുമായിട്ട്. മെറ്റീരിയൽ യൂസേജ്, പിന്നെ ഏതാ? മെറ്റീരിയൽ പ്രൈസ്. ഇവിടെ എന്താ ചേഞ്ച് ആവുന്നത്? യൂസേജ് ആണ് ചേഞ്ച് ആവുന്നത്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ഓക്കെ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എസ് ക്യു ഇൻറ്റു എസ് പി മൈനസ് എ ക്യു ഇൻറ്റു എസ് പി എന്ന് എഴുതാം. ഇവിടെ എങ്ങനെ വരുന്നേ? സ്റ്റാൻഡേർഡ് പ്രൈസിന്റെ വ്യത്യാസം ആണല്ലോ. സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ. പ്രൈസ് വരുമ്പോഴത്തേന്, കാരണം ആക്ച്വൽ ക്വാണ്ടിറ്റി ആണല്ലോ നമ്മൾ വാങ്ങുന്നത്. മനസ്സിലായില്ലോടാ? ഓക്കെ. എന്തായാലും അത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് വാങ്ങിയാലേ പറ്റൂ. അതുകൊണ്ടാണ് എസ് പി ഇൻറ്റു എ ക്യു മൈനസ് എ പി ഇൻറ്റു എ ക്യു. ഇതാണ് ഇവിടുത്തെ ഇക്വേഷൻ. 3 ഇക്വേഷൻ മനസ്സിലായല്ലോ? ഏതൊക്കെയാടാ? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് നമ്മൾ കണ്ടുപിടിച്ചു, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് നമ്മൾ കണ്ടുപിടിച്ചു, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഏത് കിട്ടും നമുക്ക്? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കിട്ടും. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി അടുത്തത്, ഈ മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൽ വ്യത്യാസം വരാൻ 2 കാരണങ്ങൾ കാണും. ഒരു കാരണം എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കാം? ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ. ഒന്നിൽ കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പം എന്ത് പറ്റൂടാ? ഈ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതിൽ വേരിയൻസസ് വരും. ഇപ്പം ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പം മെറ്റീരിയൽ യൂസേജ് വേരിയൻസിനെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ? വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ യൂസേജ് ആയിട്ട് മെറ്റീരിയൽ പ്രൈസ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കിട്ടും. ഇനി അതേപോലെ തന്നെ ഈ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുവാണ്. എങ്ങനെയൊക്കെയാ? മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്നും മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ് എന്നും. എന്തൊക്കെയാ നോക്കിക്കോ? മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്നും മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ് എന്നും. മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ് എന്നും. സിമ്പിളാണ് സംഭവം. ഇതിനകത്ത് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്താണ് നമുക്കൊരു എക്സാമ്പിൾ കൂടെ പഠിക്കാം. ഓക്കെ. ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മൾ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുവാണ്. മെറ്റീരിയൽ ഏതാ യൂസ് ചെയ്യുന്നേ? എക്സും വൈയും ഉപയോഗിക്കുവാണ്. ഓക്കെ. നമ്മൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആയിട്ട് മുന്നിൽ കണ്ടിരുന്നത് ഇതൊരു 50 കിലോഗ്രാം നമുക്ക് വേണം, ഇതൊരു 50 കിലോഗ്രാം നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണം. ഇത് 2 മെറ്റീരിയൽസ് ആണ്, പ്രോഡക്റ്റ് അല്ല. ഓക്കെ. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന 2 മെറ്റീരിയൽസ് ആണ്. ഓക്കെ. ഓക്കെ. ഇപ്പൊ ചായ ഇടാൻ പാലും അതുപോലെ തന്നെ തേയില ഉപയോഗിക്കുന്നതാണ്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് എക്സും വൈയും. ഇനി ആക്ച്വലി നമുക്ക് എത്ര ആയി? നമ്മൾ പ്രതീക്ഷിച്ചത് 50 ആണ്. പക്ഷെ നമുക്ക് എത്ര ആയടാ ടോട്ടല്? 200 കിലോഗ്രാം എക്സുമായി 100 കിലോഗ്രാം വൈയുമായി. നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മൾ പ്രതീക്ഷിച്ചത് രണ്ടും ഈക്വൽ 50 കിലോഗ്രാം ആവുമെന്നാണ്. പക്ഷേ ആക്ച്വൽ ക്വാണ്ടിറ്റി ചെയ്തപ്പോഴത്തേന് നമുക്ക് എത്ര ആയി? 200 കിലോഗ്രാം എക്സുമായി 100 കിലോഗ്രാം വൈയുമായി. അന്നേരം ടോട്ടൽ എത്ര? 300 കിലോഗ്രാമിലാണ് വന്നത്. ഓക്കെ.
ഇവിടെ ഇപ്പൊ എത്ര ടോട്ടൽ വേണം? 100 കിലോഗ്രാം ആണ്. ഇവിടെ എന്തോ ഒരു മിസ്മാച്ച് പോലെ തോന്നുന്നില്ലേ? ഇവിടെ 1:1 റേഷ്യോ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേന് അത് 2:1 റേഷ്യോ ആയല്ലോ. ഓക്കെ, മനസ്സിലായില്ലയോ? 1:1 മിക്സ് ആയിരുന്നു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത്. എക്സും വൈയും എന്താണ് 1:1 എന്ന രീതിയിൽ കൊടുത്താൽ മതിയായിരുന്നു. ഓക്കെ, പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേന് 2:1 ആയല്ലോ. ഈ 300 കിലോഗ്രാമും ഈ 100 കിലോഗ്രാമും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അന്നേരം നമ്മൾ എന്ത് ചെയ്യണോടാ? നമ്മൾ ഈ 100 കിലോഗ്രാമിനെ ഈ 300ന്റെ ഇതിലോട്ട് മാറ്റണം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ലെവലിലോട്ട് 100 കിലോഗ്രാമിനെ 300 കിലോഗ്രാമിന്റെ ലെവലിലോട്ട് എങ്ങനെ ആക്കാന്നേ പറയുന്നേ? നോക്കിക്കോ. 100ൽ 50 ആണെങ്കിൽ 300ൽ എത്ര ആണെന്ന് നമ്മൾ നോക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അഥവാ RSQ എന്ന് നമ്മൾ പറയും. അത് കണ്ടുപിടിക്കണം. എക്സ് 100ൽ 50 ആയിരുന്നു, അപ്പൊ 300ൽ എത്ര? 100ൽ 50 ആയിരുന്നു, അപ്പൊ 300ൽ എത്ര ആണെന്ന് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. 50/100 × 300. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 150 എന്ന് കിട്ടും. 150 കിലോഗ്രാം. ഓക്കെ, ഇവിടെ അതേപോലെ 100ൽ 50 ആയിരുന്നു, 300ൽ എത്ര? നമുക്ക് സെയിം തന്നെ ആയതുകൊണ്ട് നമുക്കറിയാം 150 കിലോഗ്രാം ആണെന്ന്. ഇന്നലെ ടോട്ടൽ എത്ര കിട്ടി? 300 കിലോഗ്രാം. ഇനി ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ ഈ 300നെയും ഈ 300നെയും. നേരത്തെ ഇവിടെ ഈക്വൽ അല്ലായിരുന്നല്ലോ, ഇവിടെ 100 നെല്ലിയോ കിട്ടുന്നേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു? ആ സ്റ്റാൻഡേർഡും ആക്ഷനും തമ്മിൽ കമ്പാരിസൺ ഇല്ലായിരുന്നു. പക്ഷെ ഇനി നമുക്ക് കമ്പയർ ചെയ്യാമല്ലോ. രണ്ടും നമ്മൾ 300 കിലോഗ്രാമിലോട്ട് കൊണ്ടുവന്ന് അതിനെയാണ് എന്ത് പറയുന്നത്? റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഇവിടെ എന്താണ്? രണ്ട് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, എക്സും വൈയും. ഓക്കെ, അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയറായിട്ട് മനസ്സിലാവും. അപ്പൊ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നേ? ഈ റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയിൽ നിന്നും ഉള്ള ചേഞ്ച് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ യൂസേജിന്റെ കാര്യം നമ്മൾ പറയുന്നത്, പ്രൈസിനെ നമ്മളിവിടെ കൊണ്ടുവരുന്നില്ല. പ്രൈസ് സെയിം തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് അപ്പം നേരത്തെ നമ്മൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ചെയ്തെടുത്ത് ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ്? റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു എന്താ? സ്റ്റാൻഡേർഡ് പ്രൈസ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് മറ്റേ പോലെ തന്നെ RSQ × SP മൈനസ് AQ × SP. മനസ്സിലായോ? അപ്പം നേരത്തെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എവിടെ ചെയ്തത്? യൂസേജ് വേരിയൻസ് ചെയ്തത്. മിക്സ് വേരിയൻസിലോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയിൽ നിന്നും ആക്ച്വൽ ക്വാണ്ടിറ്റിയെ കുറച്ചിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൈസ് കൊണ്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇക്വേഷൻ കിട്ടിയല്ലോ. എന്താ? RSQ മൈനസ് AQ × SP. എങ്ങനെ വന്നത് മനസ്സിലായല്ലോ? RSQ മൈനസ് AQ × SP ബ്രാക്കറ്റിലാണ്. ഓക്കെ, SP എന്ന് നമുക്ക് കിട്ടി. മനസ്സിലായല്ലോ ഇത് എങ്ങനെ വന്നതെന്ന്? കാരണം സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചു. അപ്പം ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തു. സിമ്പിൾ ആണല്ലോ. ഇനി രണ്ടാമത്തെ ഏതാണ്? മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ് ആണ്. ഓക്കെ, സബ് യൂസേജ് വേരിയൻസ് എന്താണ്? നമ്മുടെ സ്റ്റാൻഡേർഡും ഈ RSQയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ RSQയും തമ്മിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ അവിടെ എന്താണ്? വേരിയേഷൻ ഉണ്ട്. അന്നേരം എന്ത് നമ്മൾ ചെയ്യും? SQ മൈനസ് RSQ എന്ന് വരും. ഈ SQ മൈനസ് RSQ എന്ന് വരും. നേരത്തെ എങ്ങനെയായിരുന്നു? സിമ്പിൾ ആടാ. മെറ്റീരിയൽ മിക്സ് ചോദിക്കുമ്പോഴത്തേന് എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുക്കണം. RSQ മൈനസ് എന്ത് ചെയ്യും? RSQ മൈനസ് AQ എന്നാവും. പക്ഷെ മെറ്റീരിയൽ സബ് യൂസേജ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുക്കണം. SQ മൈനസ് RSQ എന്നാവും. ബാക്കിയെല്ലാം സെയിം. എന്ത് ചെയ്യും? ഇവിടെ SQ മൈനസ് RSQ × SP. ഒരു വ്യത്യാസവും ഇല്ല. സിമ്പിളായിട്ട് മനസ്സിലായല്ലോ. എടാ, ഇവിടെ ചെയ്യുമ്പോൾ എന്താ? RSQ മൈനസ് AQ × SP. ഇവിടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? SQ സ്റ്റാൻഡേർഡിൽ നിന്നുള്ള വ്യത്യാസം. SQ മൈനസ് RSQ × SP. സ്റ്റാൻഡേർഡും RSQയും തമ്മിലുള്ള എന്താ? ആ ഒരു വേരിയൻസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. സ്റ്റാൻഡേർഡ് പ്രൈസ് സെയിം ആണ്. കാരണം ഇവിടെ എന്താ? പ്രൈസിന് യാതൊരു വേരിയേഷനും നമ്മൾ കൊണ്ടുവരുന്നില്ല. പ്രൈസിന് വേരിയേഷൻ വരുന്ന എവിടെയാണ്? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിലാണ്. അത് വേറെയാണ്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് രണ്ടായിട്ട് തിരിക്കുന്നതാണ് മെറ്റീരിയൽ മിക്സ് വേരിയൻസും മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസും. അന്നേരം നമുക്ക് എന്ത് മനസ്സിലായി? ഈ മെറ്റീരിയൽ മിക്സ് വേരിയൻസും മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസും കൂടെ കൂട്ടി കഴിയുമ്പോൾ എന്ത് കിട്ടും? ഇത് രണ്ടും കൂടെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് കിട്ടും. മെറ്റീരിയൽ മിക്സ് വേരിയൻസ് പ്ലസ് മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് കിട്ടും. മെറ്റീരിയൽ യൂസേജ് വേരിയൻസിന്റെ കൂടെ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസോട് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കിട്ടും.
അപ്പൊ എങ്ങനെയാണെന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലായല്ലോ. ഈ ഇക്വേഷൻ എല്ലാം ഓർത്തിരുന്നോണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം എന്ത് ചെയ്യും, ഇവിടെ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതനുസരിച്ച് വേണം എല്ലാം കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ള എല്ലാ ക്ലൂവും അല്ലെങ്കിൽ കുറെയൊക്കെ എടുത്ത് തരൂടാ. ചിലപ്പോൾ സെല്ലിംഗ് പ്രൈസും ഓക്കെ, അതേപോലെ തന്നെ ആക്ച്വൽ ക്വാണ്ടിറ്റിയും എല്ലാം അങ്ങനെ കുറേ ഡേറ്റാസ് തന്നിരിക്കും. നമ്മൾ അതനുസരിച്ച് വേണം കണ്ടുപിടിക്കാൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി തന്നേക്കുന്നത് 100 കിലോഗ്രാം. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 100 കിലോഗ്രാം ആണ് നമ്മൾ അസ്യൂം ചെയ്തു. നമ്മൾ വിചാരിച്ചിരുന്ന സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 രൂപ. ₹2 ആണേ, 2 രൂപ. ഇവിടെ ആക്ച്വൽ എത്ര ആയി? ആക്ച്വൽ ക്വാണ്ടിറ്റി 100 ആണോ? സോറി, ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര ആയി? നമുക്ക് എത്ര ആയി? നമുക്കൊരു 80 പിടിക്കാം. ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര ആയി? 80 കിലോഗ്രാം ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഓക്കെ, ആക്ച്വൽ പ്രൈസ് 2 രൂപ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷെ എന്തായി? 4 രൂപയായി. ഇത് 2 രൂപയാണ്. ആ 2 നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഞാൻ ഒന്നുകൂടെ വെയിറ്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ എത്രയാണ്? 2 രൂപയാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് പ്രൈസ്. ഇനി നമ്മുടെ അടുത്ത് പറയുവാണ് നമ്മൾ ഈ വേരിയൻസ് എല്ലാം കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് ഇനി സിമ്പിൾ ആയിട്ട് ചെയ്യാലോ. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ചോദിക്കുമ്പോഴത്തേന് നമ്മൾ എന്ത് എഴുതും? നമ്മുടെ SQ ഇൻറ്റു SP മൈനസ് AQ ഇൻറ്റു AP. എന്താ? SQ ഇൻറ്റു SP മൈനസ് AQ ഇൻറ്റു AP. ഇവിടെ ചെയ്യുമ്പോൾ എത്ര കിട്ടൂടാ? SQ എത്ര ഉണ്ട്? 100. 100 ഇൻറ്റു SP 2. 100 2 200. 200 മൈനസ് AQ ഇൻറ്റു AP എന്ന് പറയുമ്പോഴത്തേന് 80 ഇൻറ്റു 4. 80 ഇൻറ്റു 4 എടുത്ത് എത്ര കിട്ടും? 320 കിട്ടും. ഓക്കെ, 320. അപ്പോൾ ഇവിടെ എന്താ? അഡ്വേഴ്സ് അല്ലേ, കുറവല്ലേ വന്നേ. അപ്പം 200 320 പോയി കഴിഞ്ഞാൽ മൈനസ് 120 ആണ്. അപ്പം 120 നമ്മൾ അഡ്വേഴ്സ് എന്ന് എഴുതും ബ്രാക്കറ്റിൽ. 120 അഡ്വേഴ്സ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, A ആണ്, F അല്ല. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. മെറ്റീരിയൽ കോസ്റ്റ് എന്ന് ഇവിടെ എഴുതി വെക്കുന്നത്, വേരിയൻസ് എന്ന് വ്യക്തമായിട്ട് എഴുതണം. കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെയാണ്, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. ഇനി നമ്മുടെ അടുത്ത് പറയുകയാണ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് കണ്ടുപിടിക്കാൻ. നമ്മൾ മെറ്റീരിയൽ എന്താ? യൂസേജ് വേരിയൻസ് കണ്ടുപിടിക്കാൻ പറ്റുക. യൂസേജ് എന്ന് പറയുമ്പോഴത്തേന് ക്വാണ്ടിറ്റി വ്യത്യാസം വരും. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്ര ഇവിടെ? 100. ഓക്കെ, മൈനസ്, ഞാൻ ഇക്വേഷൻ എഴുതുന്നില്ല, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അല്ല, അല്ലെങ്കിൽ ഇക്വേഷൻ എഴുതിപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലത് അതായിരിക്കും. വെയിറ്റ്. നോക്കിക്കോ. അപ്പം എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അന്നേരം അത് എന്തോ ചേഞ്ച് ആവുന്നത്? നമ്മുടെ ക്വാണ്ടിറ്റി ആണ് ചേഞ്ച് ആവുന്നത്. അപ്പം സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു എന്താ? സ്റ്റാൻഡേർഡ് പ്രൈസ്. അന്നേരം നമുക്ക് എങ്ങനെ കിട്ടാം? എടാ, ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ഇത് നമ്മൾ അല്ലാതെ ചെയ്താലും മതി. ഈ ഇക്വേഷൻ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? SQ ഇൻറ്റു SP മൈനസ് AQ ഇൻറ്റു SP എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താ? പ്രൈസ് ചേഞ്ച് ആവുന്നില്ല, ക്വാണ്ടിറ്റി മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. അപ്പം SQ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാണ്? 100 ഇൻറ്റു SP എത്ര? 2. അപ്പം 100 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 200 കിട്ടും. മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര ഉണ്ട്? നമുക്ക് 80 ഉണ്ട്. സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര? 2. 80 2 160. അങ്ങനെ എത്ര കിട്ടും നമുക്ക്? 40 ഫേവറബിൾ ആണ് കിട്ടിയത്. ഓക്കെ, ഇവിടെ ഫേവറബിൾ ആണ് കിട്ടിയത്, അഡ്വേഴ്സ് അല്ല. ഇനി എന്താണ്? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ പറയുന്നത് വെച്ചോ. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. അങ്ങനെ കണ്ടുപിടിക്കുന്നത് പ്രൈസിലാണ് വ്യത്യാസം. അപ്പം സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. ഓക്കെ, ഗുണിക്കുന്നത് എന്താ വെച്ചിട്ടാ? ആക്ച്വൽ ക്വാണ്ടിറ്റി വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ. ഓക്കെ, ആക്ച്വൽ പർച്ചേസ് ചെയ്തതിൻ്റെ വിലയാണ് ഇത്. അന്നേരം ഇത് എന്ത് ചെയ്യാം? നമുക്ക് ഇതേപോലെ തന്നെ വീണ്ടും എഴുതാം. ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? SP ഇൻറ്റു AQ മൈനസ് AP ഇൻറ്റു AQ എന്ന് പറയുന്നത് ഈ സെയിം തന്നെയാണ്. ഓക്കെ, ഇനി അങ്ങനെ മാറ്റി എഴുതണമെന്നില്ല. അപ്പം നമുക്ക് എന്താ? SP മൈനസ് AQ എത്ര കിട്ടിയടാ? SP മൈനസ് AQ. SP മൈനസ് AP എത്ര കിട്ടി? അല്ലെങ്കിൽ ഇത് ചെയ്താലും മതി. SP ഇൻറ്റു AQ എത്ര കിട്ടി? SP 2, AQ 80. അപ്പം എത്ര കിട്ടി? 160. മൈനസ് AP ഇൻറ്റു AQ എത്ര കിട്ടി? AP എത്ര? 4. 4 ഇൻറ്റു AQ എത്ര കിട്ടി? 80. 4 ഇൻറ്റു 80 എത്ര? 8 16 26 32 320. അന്നേരം ഇവിടെ എത്ര കിട്ടും? എത്ര കിട്ടൂടെ അവിടെ? 160 320 ഇവിടെ കുറയ്ക്കുമ്പോഴത്തേന് 160 അഡ്വേഴ്സ് എന്ന് കിട്ടും. ഇവിടെ A ആണ്.
ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് റീകൺസിൽ ചെയ്ത് നോക്കാം. എങ്ങനെ റീകൺസിൽ ചെയ്യുന്നേ? 40 ഇവിടെ പ്ലസ് ആണ്. ഓക്കെ. ഇവിടെ 160 മൈനസും. അന്നേരം നമുക്ക് 160 40 പ്ലസും 160 മൈനസും കൂടെ. ഓക്കെ. ഫേവറബിളും എന്താണ് ഇവിടെ അഡ്വേഴ്സും ആണ്. കുറയ്ക്കുമ്പോഴത്തേനും നമുക്ക് എന്ത് കിട്ടൂടാ? 120 അഡ്വേഴ്സ് എന്ന് കിട്ടും. ഓക്കെ. മനസ്സിലായല്ലോ? ഈ 40 പ്ലസും 160 മൈനസും കൂടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടൂടാ? 160 എ എന്ന് കിട്ടും. സിമ്പിൾ ആണല്ലോ. ഇത്രയും കാര്യമേ ഉള്ളൂ. അപ്പൊ ഇതോടെ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റിന്റെ സംഭവങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റിലെ ഒന്ന് രണ്ട് കട്ടി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ. കുറച്ചുകൂടെ പാടായിട്ട് എക്സാമിന് എങ്ങനെ വരുന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. ഓക്കെ. അപ്പം ആ കോൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. സിമ്പിൾ അല്ലേ? ഇത്രയും കാര്യങ്ങളെ എന്ത് വരുന്നുള്ളൂ? ഈ ഒരു മെറ്റീരിയലിന്റെ ചാപ്റ്ററിൽ വരുന്നുള്ളൂ. മെറ്റീരിയൽ സ്റ്റാൻഡേർഡിനകത്ത് മെറ്റീരിയലിന്റെ പാർട്ട് ഇത്രയും വരുന്നുള്ളൂ. ഇനി നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? ലേബർ വേരിയൻസസ് പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പം മെറ്റീരിയലിന്റെ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം മെറ്റീരിയൽ വേരിയൻസിന്റെ. അപ്പം നമ്മുടെ മെറ്റീരിയൽ വേരിയൻസ് വ്യക്തമായിട്ട് പഠിച്ചായിരുന്നു. എങ്ങനെയാണ് ഓരോ ഇക്വേഷൻസും ഡിറൈവ് ചെയ്ത് വന്നേന്നുള്ളത്. എടാ ഇനി നോക്കിക്കോ. മെറ്റീരിയൽസ് മാത്രമല്ല വേരിയൻസ് വരുന്നത്. നമുക്കിനി എന്തുകൂടെ പഠിക്കാനുണ്ട്? ലേബർ വേരിയൻസസും ഓവർഹെഡ് വേരിയൻസസും പഠിക്കാനുണ്ട്. പക്ഷേ നമ്മുടെ സിലബസിൽ ഇപ്പം കോസ്റ്റിങ്ങിന്റെ നിങ്ങൾക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ ഓവർഹെഡിന്റെ വേരിയേഷൻസും അല്ലെങ്കിൽ വേരിയൻസസ് എന്താണെന്നുള്ളത് പഠിക്കാനില്ല. പക്ഷെ എന്ത് പഠിക്കാനുണ്ട്? ലേബർ വേരിയൻസസ് പഠിക്കാനുണ്ട്. ലേബർ വേരിയൻസസ് പഠിക്കാനുണ്ട്. അപ്പം ലേബർ വേരിയൻസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, എൻ്റെ ദൈവമേ ഇനിയും നമ്മൾ ഇനി വീണ്ടും ഇതുപോലത്തുള്ള കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന്. എടാ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. മെറ്റീരിയൽ വേരിയൻസ് പഠിച്ച നിങ്ങൾക്ക് ലേബർ വേരിയൻസ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നോക്കിക്കോ, ശ്രദ്ധിച്ചു എങ്ങനെയാന്ന്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമ്മളവിടെ പഠിച്ച ഓർമ്മയുണ്ടോ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എസ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമ്മൾ മെറ്റീരിയലിന്റെ ചാപ്റ്റർ പഠിച്ചതാണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ലേബർ വേരിയൻസിലോട്ട് വരുമ്പം ആ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിക്ക് പകരം അത് എന്തായിട്ട് മാറും? സ്റ്റാൻഡേർഡ് ഹവർ ആയിട്ട് മാറും. അതായത് എസ് എച്ച് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? സ്റ്റാൻഡേർഡ് ഹവേഴ്സ് ആയിട്ട് മാറും. സ്റ്റാൻഡേർഡ് ഹവേഴ്സ്. ഒന്നാമത്തെ വ്യത്യാസം. അതേപോലെ തന്നെ ആക്ച്വൽ ക്വാണ്ടിറ്റി എക്യു എന്തായിട്ട് മാറും? ആക്ച്വൽ ഹവേഴ്സ് ആയിട്ട് മാറും. എന്തായിട്ട് മാറൂടാ? ആക്ച്വൽ ഹവേഴ്സ് ആയിട്ട് മാറും. അന്നേരം ആക്ച്വൽ ക്വാണ്ടിറ്റി എന്തുമായിട്ട് മാറും ഇവിടെ വരുമ്പം? ആക്ച്വൽ ഹവേഴ്സ് ആയിട്ട് മാറും. ആക്ച്വൽ ഹവേഴ്സ് ഹവേഴ്സ് ആയിട്ട് മാറും. ഇനി അവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൈസും അതേപോലെ തന്നെ ആക്ച്വൽ പ്രൈസും ഉണ്ടായിരുന്നല്ലോ. എസ് പിയും എ പിയും. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്ത ഓർമ്മയില്ലേ? അത് രണ്ടും എന്ത് ചെയ്യും? ഇവിടെ വരുമ്പോൾ മാറും. സ്റ്റാൻഡേർഡ് പ്രൈസ് എന്നുള്ളത് ഇവിടെ വരുമ്പോൾ എന്താവൂടാ? സ്റ്റാൻഡേർഡ് റേറ്റ് ആവും. അതായത് എസ് ആർ. ഓ, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയില്ലേ? സോറി. ഇവിടെ എന്താണ്? ആക്ച്വൽ ഹവർ എ എച്ച് എന്ന് കാണിച്ചാൽ മതി. ഓക്കെ. അപ്പൊ സ്റ്റാൻഡേർഡ് പ്രൈസ് ഇവിടെ വരുമ്പോൾ എന്താവും? സ്റ്റാൻഡേർഡ് റേറ്റ് എന്നാവും. ലേബറിന്റെ കേസിൽ എന്താണ്? പ്രൈസ് അല്ല, റേറ്റ് ആണ് വരുന്നത്. ഓക്കെ. അന്നേരം ഇവിടെ എന്താണ്? സ്റ്റാൻഡേർഡ് പ്രൈസ് നമുക്ക് ലേബറിന്റെ കേസിൽ വന്നപ്പോൾ എന്തായി? സ്റ്റാൻഡേർഡ് റേറ്റ് ആയിട്ട് മാറി. അതേപോലെ തന്നെ ആക്ച്വൽ പ്രൈസ് എന്തായിട്ട് മാറും? ആക്ച്വൽ റേറ്റ് ആയിട്ട് മാറും. ആക്ച്വൽ പ്രൈസ് എന്തായിട്ട് മാറും ഇവിടെ വരുമ്പം? എ ആർ ആക്ച്വൽ റേറ്റ് ആയിട്ട് മാറും. ഇനി അവിടെ നമ്മൾ റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ പഠിച്ചായിരുന്നല്ലോ. സോറി, റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് എന്തായിരുന്നു? ക്വാണ്ടിറ്റി നമ്മൾ പഠിച്ചായിരുന്നല്ലോ, ആർ എസ് ക്യൂ എന്നുള്ളത്. റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. അതിവിടെ വരുമ്പോൾ എന്തായിട്ട് മാറൂടാ? റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ ആയിട്ട് മാറും. റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ ആയിട്ട് മാറും. ഇനി എന്താണ്? ഇത്രയും അറിയാന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഇക്വേഷൻസും ലേബർ വേരിയൻസസും ഈസി ആയിട്ട് പഠിക്കാം. നോക്കിക്കോ എങ്ങനെയാണുള്ളത്. ലേബർ കോസ്റ്റ് വേരിയൻസ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ മെറ്റീരിയലിനെ പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് ഞാൻ മേളിൽ പറഞ്ഞ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലേബർ കോസ്റ്റ് വേരിയൻസ് എന്ന് എഴുതുക. 3ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സെഗ്രിഗേറ്റ് ചെയ്യുക. ഒന്ന് ഏതാണ്? ലേബർ എഫിഷ്യൻസി വേരിയൻസ്. പറഞ്ഞു സിമ്പിളായിട്ട്. ലേബർ എഫിഷ്യൻസി വേരിയൻസ്.
അപ്പോൾ അവിടുത്തെ പോലെ തന്നെ ലേബർ എഫിഷ്യൻസി എന്ന് പറയുമ്പം അവിടെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും തമ്മിൽ താരതമ്യം ചെയ്യും. ഓക്കെ, റേറ്റ് നമ്മൾ എന്തെടുക്കും? സ്റ്റാൻഡേർഡ് പ്രൈസ് തന്നെയായിരുന്നു അവിടെ എടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ എന്താ കമ്പയർ ചെയ്യുന്നത്? ഹവേഴ്സ് തമ്മിലാണ്. എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്കറിയാം മുന്നേ സമയത്തിന് മുന്നേ ചെയ്തു തീർക്കുന്നതും എന്താ ആക്ച്വൽ ഹവേഴ്സിൽ ചെയ്തു തീർക്കുന്നതും തമ്മിലായിരിക്കും എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ. അന്നേരം എന്ത് ചെയ്യും ഇവിടെ? സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ ഹവർ ഇൻറ്റു എന്ത്? സ്റ്റാൻഡേർഡ് റേറ്റ്. ഇത്രയേ ഉള്ളൂ. വേണമെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? എസ് എച്ച് ഇൻറ്റു എസ് ആർ മൈനസ് എ എച്ച് ഇൻറ്റു എസ് ആർ. ഓക്കെ, സിമ്പിൾ ആണല്ലോ. അവിടെ എന്താണെന്നു? ലേബർ എന്താണ്? എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എസ് ക്യു മൈനസ് എ ക്യു എന്നാക്കുന്നു. ഇവിടെ എസ് എച്ച് മൈനസ് എ എച്ച് വരുന്നു ലേബർ എഫിഷ്യൻസി വേരിയൻസിൽ. അതേപോലെ തന്നെ വരുന്ന വേറൊരു കാര്യമാണെന്ന് എന്തെന്ന് പറയുന്നത്? ലേബർ റേറ്റ് വേരിയൻസ് വരാം. അവിടെ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് പോലെ തന്നെ ഇവിടെ ലേബർ റേറ്റ് വേരിയൻസ് വരാം, റേറ്റിലുള്ള വ്യത്യാസം. ഓക്കെ, റേറ്റ് എപ്പോഴും എന്തിനെ ബേസ് ചെയ്തിരിക്കൂടാ? ആക്ച്വൽ ക്വാണ്ടിറ്റി ബേസ് ചെയ്തിരിക്കും. ഓക്കെ, ആക്ച്വൽ എന്തായാലും ആയിക്കഴിഞ്ഞല്ലോ. അവിടെ നമ്മൾ എന്തായിരുന്നു? ആക്ച്വൽ ക്വാണ്ടിറ്റി ബേസ് ചെയ്തായിരുന്നു എന്തെടുത്തത്? പ്രൈസ് വേരിയൻസ് എടുത്തത്. ഇവിടെ അതേപോലെ തന്നെ എന്താണ്? സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ്, ഇത് രണ്ടുമാണ് കമ്പാരിസൺ ഇൻറ്റു എന്തെന്ന് എഴുതും? ആക്ച്വൽ ഹവേഴ്സിൻ്റെ ബേസിലാണ് എടുക്കുന്നത്. അന്നേരം സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഹവർ മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഹവർ. ഈ ഇക്വേഷൻ തന്നെയാണ് മേളിലും എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ നമുക്ക് കിട്ടിയല്ലോ. എന്താണ്? ലേബർ റേറ്റ് വേരിയൻസ്. പിന്നെ നമുക്കിവിടെ അധികം വരുന്നത് ഐഡിയൽ ടൈം വേരിയൻസ് ആണ്. ഐഡിയൽ ടൈം വേരിയൻസ്. ഐഡിയൽ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജോലി ചെയ്യാതെ വെറുതെ പോകുന്ന ടൈം ഉണ്ടല്ലോ, അതിനെയാണ് ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഐഡിയൽ ടൈമിൻ്റെ വേരിയൻസ് എങ്ങനെയാണ് വരുന്നത്? ഒന്നുമില്ല, ജസ്റ്റ് ഐഡിയൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാ. ഇത് എന്തായിരിക്കും? ഐഡിയൽ ടൈം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നല്ലതല്ലല്ലോടാ. കാരണം എന്താ? ജോലി ചെയ്യാതെ സമയം വെറുതെ പോവില്ലേ. അതുകൊണ്ട് ഓൾവേസ് അത് എന്തായിരിക്കും? അഡ്വേഴ്സബിൾ ആയിരിക്കും ഐഡിയൽ ടൈം വേരിയൻസ്. എപ്പോഴും നമ്മൾ എന്തായിരിക്കും? ഫേവറബിൾ എന്നുള്ള സംഭവം ഇല്ല ഇവിടെ. ഐഡിയൽ ടൈമിൻ്റെ കാര്യത്തിൽ എന്തായാലും ഫേവറബിൾ ഇല്ല. ബാക്കി എല്ലായിടത്തും എന്ത് വരാം? ഒന്നെങ്കിൽ ഫേവറബിൾ വരാം. ഇവിടെ സ്റ്റാൻഡേർഡ് ഹവറാണ് കൂടുതലുണ്ടെങ്കിൽ എന്ത് വരാം? ഫേവറബിൾ വരാം. ആക്ച്വൽ ഹവറാണ് കൂടുതലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അഡ്വൈസബിൾ ആവാം. മനസ്സിലായല്ലോ? ഇനി ഈ എഫിഷ്യൻസി വേരിയൻസ് നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എടാ, മറ്റെടുത്ത പോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇതിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. എന്തൊക്കെയായിട്ടായിരുന്നു? ലേബർ മിക്സ് വേരിയൻസ്. അവിടെ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് പോലെ തന്നെ ഇവിടെ എന്താണ്? ലേബർ മിക്സ് വേരിയൻസും അതേപോലെ തന്നെ ലേബർ സബ് യൂസേജ് വേരിയൻസും. സെയിം അത് തന്നെ, ഇക്വേഷൻ തന്നെ, ഒരു മാറ്റവും ഇല്ല. അവിടെ ആർ എസ് ക്യു ആവുന്നുണ്ടെങ്കിൽ ഇവിടെ ആർ എസ് എച്ച് മൈനസ് ആക്ച്വൽ ഹവർ ആണെന്നുണ്ടെങ്കിൽ, അല്ല ആക്ച്വൽ ക്വാണ്ടിറ്റി ആയിരുന്നു അവിടെ നിന്നുണ്ടെങ്കിൽ ഇവിടെ ആക്ച്വൽ ഹവർ ഇൻറ്റു നമ്മുടെ സ്റ്റാൻഡേർഡ് റേറ്റ്. ഇതാണ് ഇവിടുത്തെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? നമുക്ക് എങ്ങനെ എഴുതാം? ആർ എസ് എച്ച് ഇൻറ്റു എസ് ആർ എ മൈനസ്, എഴുതി കാണിക്കാം, ആർ എസ് എച്ച് ഇൻറ്റു എസ് ആർ എ മൈനസ് എ എച്ച് ഇൻറ്റു എസ് ആർ. ഇതും എന്താണ്? ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ കോമൺ ആയതുകൊണ്ടാണ് നമ്മൾ ഈ എസ് ആറിനെ പുറത്തിറക്കി ഇട്ടേക്കുന്നത്. സബ് യൂസേജ് വേരിയൻസ് ഇതേപോലെ തന്നെ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് ഹവറുമായിട്ട് കമ്പയർ ചെയ്യുന്നു. എസ് എച്ച് സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ ഇൻറ്റു എസ് ആർ. സിമ്പിൾ. ഇതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാൻ വേണം എങ്കിൽ കണ്ട് ഇത് ഒരു ബ്രാക്കറ്റ് കിട്ടും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാടാ? എസ് എച്ച് ഇൻറ്റു എസ് ആർ എ മൈനസ് ആർ എസ് എച്ച് ഇൻറ്റു എസ് ആർ. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത്രേ മാത്രമേ ഉള്ളൂ എന്തെന്ന് പറയുന്നതാ? നമ്മുടെ ലേബർ വേരിയൻസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കിക്കോ. ലേബർ കോസ്റ്റ് വേരിയൻസ് വ്യത്യാസം എന്തൊക്കെ ഇതിനകത്ത് വരുന്നത്? എസ് ക്യു എന്താവും? എസ് എച്ച് ആവും. എ ക്യു എ എച്ച് ആവും. എസ് പി എസ് ആർ ആവും. എ പി എ ആർ ആവും. ആർ എസ് ക്യു ആർ എസ് എച്ച് ആവും. ലേബർ കോസ്റ്റ് വേരിയൻസ് മൂന്നായിട്ട്: ലേബർ എഫിഷ്യൻസി വേരിയൻസ്, ഐഡിയൽ ടൈം വേരിയൻസ്, ലേബർ റേറ്റ് വേരിയൻസ്. അതിനകത്ത് ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അതേപോലെ ഇപ്പോഴത്തെ പോലെ തന്നെയാണ്. എസ് എച്ച് മൈനസ് എ എച്ച് ഇൻറ്റു എസ് ആർ. എഫിഷ്യൻസിയാണ് ഇവിടെ ചേഞ്ച് ആവുന്നത്. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ടൈമിൻ്റെ വ്യത്യാസം വരും. റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ എന്തിൻ്റെ തമ്മിലുള്ള വ്യത്യാസമാണ്? എസ് ആർ മൈനസ് എ ആർ. നമ്മുടെ മറ്റേ പഴയ കോൺസെപ്റ്റ് തന്നെ, ഒരു മാറ്റവും ഇല്ല. എക്സ്ട്രാ വരുന്ന എന്താണ്? ഐഡിയൽ ടൈം വേരിയൻസ് ആണ്. അത് ഐഡിയൽ ടൈം ഇൻറ്റു എസ് ആർ. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് എപ്പോഴും എന്തായിരിക്കും? അഡ്വൈസബിൾ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ആ കിട്ടുന്ന വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഐഡിയൽ ടൈം ഒരിക്കലും നമുക്ക് നല്ലതല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യാതെ പോകുന്നത് ഇതാണ്. അപ്പോൾ അതെന്തായിരിക്കും? ഓൾവേസ് അഡ്വൈസബിൾ. ലേബർ മിക്സ് വേരിയൻസ്, യൂസേജ് വേരിയൻസും ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? അപ്പം ലേബർ
എഫിഷ്യൻസി വേരിയൻസും ലേബർ മിക്സ് വേരിയൻസും ലേബർ സബ് യൂസേജ് വേരിയൻസും കണ്ടുപിടിക്കാനാണെങ്കിൽ ഇത് രണ്ടും കൂടെ ചെയ്തിട്ട് കൂട്ടി കിട്ടുന്നത് ഏതായിരിക്കും? ലേബർ എഫിഷ്യൻസി വേരിയൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ഇതും ഇതും മൂന്നും കൂടെ കിട്ടിയിട്ട് ഇത് ശരിയാണോ എന്ന് എങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും? മിക്സ് വേരിയൻസും സബ് യൂസേജ് വേരിയൻസും കൂടെ കൂട്ടി നോക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും എന്ത്? എഫിഷ്യൻസി വേരിയൻസ് അതിന് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമുക്ക് തെറ്റിട്ടില്ല, ആൻസർ കറക്റ്റ് ആണെന്ന് മനസ്സിലാവും. സിമ്പിൾ കാര്യമല്ലേ? ഒരു കോംപ്ലിക്കേഷനും ഇല്ലല്ലോ. എളുപ്പമല്ലേ? ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത്. ലേബർ വേരിയൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. മെറ്റീരിയലിന്റെ ലേബറിന്റെ. അടുത്ത നമുക്ക് മെറ്റീരിയലിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമ്മുടെ മെറ്റീരിയൽ വേരിയൻസിനകത്തെ നമ്മൾ ഇത്ര നേരം എന്താണ് അതിന്റെ കോൺസെപ്റ്റും കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇനി നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കിക്കോ ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രം ദ ഫോളോയിങ് യു ആർ റിക്വയർഡ് ടു, ഈ താഴെ പറഞ്ഞിരിക്കുന്നതിനകത്ത് നിന്ന് നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? കോസ്റ്റ് വേരിയൻസ്, പ്രൈസ് വേരിയൻസ്, യൂസേജ് വേരിയൻസ്. അപ്പൊ കോസ്റ്റ് വേരിയൻസ് ഈക്വൽ ടു പ്രൈസ് വേരിയൻസ് പ്ലസ് യൂസേജ് വേരിയൻസ് എന്നാണ് നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് കണ്ടുപിടിച്ചിട്ട് ഒന്ന് റീകൺസിഡർ കൂടെ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇത് നമ്മൾ കണ്ടുപിടിച്ചത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കിട്ടും. അപ്പൊ ഇതിനകത്ത് ചില പോർഷൻസിനകത്ത് മാത്രമേ എന്ത് ചെയ്യൂ, എന്ത് കിട്ടൂ, ഇങ്ങനത്തുള്ള റീകൺസിലേഷൻ ഇവിടെ കിട്ടൂ. കാരണം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഉറപ്പിക്കാം നമുക്ക് കിട്ടിയ ആൻസർ ശരിയാണെന്നുള്ളത്. ഇനി നോക്കിക്കോ താഴെ തന്നേക്കുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത്. ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ പർച്ചേസ്ഡ്, പർച്ചേസ് ചെയ്ത മെറ്റീരിയൽസ് എത്രയാണ്? 3000 യൂണിറ്റ് ആണ്. ഓക്കെ, മെറ്റീരിയൽസിന്റെ കാര്യമാണ് നമുക്ക് വേണ്ടുന്നത്. കാരണം നമ്മൾ പഠിക്കുന്നത് എന്താണ്? മെറ്റീരിയൽ കോസ്റ്റിന്റെ കാര്യമാണ് പഠിക്കുന്നത്. ഓക്കെ, പ്രോഡക്റ്റും മെറ്റീരിയലും തമ്മിൽ തിരിഞ്ഞു പോകരുത്. നമ്മൾ എന്തിന്റെ കാര്യം പഠിക്കുന്നത്? റോ മെറ്റീരിയലിന്റെ കാര്യമാണ് ഈ പറയുന്നത് ഈ ചാപ്റ്ററിൽ ഫുള്ള്. അപ്പോൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് എത്രയാണ്? 3000 യൂണിറ്റ്. പർച്ചേസ് ചെയ്ത 3000 യൂണിറ്റിന്റെ വില എത്രയാണ്? 9000 രൂപയാണ്. എടാ ഈ 3000 യൂണിറ്റ് നമ്മുടെ ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരിക. 3000 യൂണിറ്റാണ് കൊണ്ടുവരുന്നത് മെറ്റീരിയൽ. അതിന്റെ വിലയെന്ന് പറയുന്നത് 9000 രൂപ. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ റിക്വയർഡ് ഫോർ 1 ടൺ ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് 25 യൂണിറ്റ്. നമുക്ക് ഈ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഒരു പ്രോഡക്റ്റാണ് ഉണ്ടാക്കാനുള്ളത്. ഇപ്പൊ ക്ലേ ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്കണം? ക്ലേ പോട്ട് ഉണ്ടാക്കണം. ഓക്കെ, ഇതൊരു പോട്ടാണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഉണ്ടാക്കണം. അന്നേരം ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൺ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ, അതായത് ഒരു ടൺ ഈ പറയുന്ന പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര മെറ്റീരിയൽ വേണമെന്നാണ് പറയുന്നത്? 25 യൂണിറ്റ് മെറ്റീരിയൽ വേണം ഒരു ടൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു ടൺ ഫിനിഷ്ഡ് പ്രോഡക്റ്റിന് ഫിനിഷ്ഡ് പ്രോഡക്റ്റിന് എത്ര വേണം? 25 യൂണിറ്റ് മെറ്റീരിയൽ വേണം. സ്റ്റാൻഡേർഡ് റേറ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 2 പെർ യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റിന് എത്ര മെറ്റീരിയലിന്റെ വിലയാണ് തന്നേക്കുന്നത്? ഒരു യൂണിറ്റിന് 2 രൂപ വിലയാണ് തന്നേക്കുന്നത് സ്റ്റാൻഡേർഡ് റേറ്റ്. ഓപ്പൺ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലിൽ ഒന്നുമില്ല. ഓപ്പൺ സ്റ്റോക്ക് ആയിട്ട് ഒന്നുമില്ല. കാരണം മുന്നേ എന്താ മെറ്റീരിയൽ ഒന്നും കിടപ്പില്ല. ഫുൾ നമ്മൾ കൊണ്ടുവന്നതാണ്. പക്ഷേ നമ്മൾ ഈ കൊണ്ടുവന്ന മെറ്റീരിയൽസ് ടോട്ടൽ ഉപയോഗിക്കുന്നതുമില്ല. 500 യൂണിറ്റ് എന്താണ് ക്ലോസ് സ്റ്റോക്ക് ആയിട്ട് അവിടെ കിടക്കുക. നമ്മളത് ഉപയോഗിക്കുന്നില്ല. ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദി പീരീഡ്. മൊത്തം നമ്മൾ എത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കി? ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ട് 80 ടൺ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിന്റെ ആൻസർ എങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് റിലേറ്റ് ചെയ്ത് തന്നെ പഠിക്കാം. ഇക്വേഷൻ ഒന്നും നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നോക്കിക്കോ. ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്തിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്? പ്രോഡക്റ്റിൻ്റെ ആണോ? അല്ല, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ നമ്മൾ കണ്ടുപിടിക്കണം. എസ് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കണം. എസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ മൊത്തത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എത്ര യൂണിറ്റ് ആണ്? എത്ര പ്രോഡക്റ്റ് ആണ്? 80 ടൺ പ്രോഡക്റ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 80 ആണല്ലോ. ഒരു ടണ്ണിന് എത്ര ആണെന്ന് നമ്മൾ പറഞ്ഞു? 1 ടണ്ണിന് 25 യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്ര? 80 × 25 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2000 യൂണിറ്റ് എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ 2000 യൂണിറ്റ് ആണ്. സോറി, 2000 യൂണിറ്റ് ആണ് നമ്മുടെ എന്തെന്നുള്ളത്? SQ എന്നുള്ളത്. ഇനി SQ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കണ്ടുപിടിക്കേണ്ടതാണ് SP ആണ് കണ്ടുപിടിക്കുക. കാരണം SQ, SP, AQ, AP നമുക്ക് വേണമല്ലോ. അപ്പോൾ നമ്മൾ SP ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് സ്റ്റാൻഡേർഡ് പ്രൈസ്. നമുക്ക് ഡയറക്റ്റ് തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് റേറ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് 2 രൂപ. ഒരു യൂണിറ്റിന് 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പം റുപ്പീസ് 2. അപ്പോൾ ഇവിടെ എന്താ SQ, SPയും കിട്ടി. ഇനി നമുക്ക് വേണ്ടുന്നത് എന്താണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി നമുക്ക് വേണം. അതായത് AQ. ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രടാ? 3000 യൂണിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തു. നമുക്ക് എത്ര? 80 ടണ്ണിന് 25 വെച്ചിട്ട്
ഒരു ടണ്ണിന് 25 യൂണിറ്റാണ് വേണ്ടുന്നത്. അപ്പോൾ 80 ടണ്ണിന് 25 വെച്ചിട്ട് നമ്മൾ എത്രയാണ് മൊത്തം നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ മുൻകൂട്ടി ധരിച്ചിരുന്നത് 2000 യൂണിറ്റ് മതിയെന്നാണ്. പക്ഷെ നമ്മുടെ കഷ്ടകാലത്തിന് എത്ര നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നു? 3000 യൂണിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നു. എന്നിട്ട് ഈ 3000 ഉപയോഗിച്ചോ? ഇല്ല. എത്ര ഉപയോഗിച്ചോളൂ? ഈ 500 ക്ലോസ് സ്റ്റോക്കായിട്ട് ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ 500 എന്ത് ചെയ്യണം? കുറയ്ക്കണം. എത്ര നമ്മൾ ഉപയോഗിച്ചത് അന്നേരം? 2500 യൂണിറ്റ്സ് ആണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്തത്? ഈ 80 ടൺ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. നമ്മൾ ധരിച്ചിരുന്ന എത്ര മതിയെന്നാണ്? 2000 യൂണിറ്റ് മതിയെന്നാണ്. പക്ഷേ എന്തോ നമ്മുടെ കഷ്ടകാലത്തിന് 2500 യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ യൂണിറ്റിന്റെ പ്രൈസ് കൂടെ കണ്ടുപിടിക്കണം. അടുത്ത എന്താ? ആക്ച്വൽ പ്രൈസ്. ആക്ച്വൽ പ്രൈസ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ഇല്ലേ? ഇവിടെ തന്നിട്ടില്ലയോ? ഈ 3000 യൂണിറ്റിന്റെ വില എത്ര? 9000 രൂപയാണ്. അപ്പോൾ ഒരു യൂണിറ്റിന് എത്ര? 9000 ഡിവൈഡ് ബൈ 3000. ഒരെണ്ണത്തിന്റെ വില നമുക്ക് എത്ര കിട്ടി? നമ്മൾ 2 ആണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇവിടെ എത്ര ആയി അന്നേരം? 3 പെർ യൂണിറ്റ് ആയി. റുപ്പീസ് 3 പെർ യൂണിറ്റ്. ഇവിടെ എത്ര? 2 പെർ യൂണിറ്റ് ആയിരുന്നു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ കരുതിയിരുന്നത്. ഇവിടെ എത്ര? 3 രൂപയായി. ഇനി നമുക്ക് ഈസി ആയിട്ട് കോസ്റ്റ് വേരിയൻസ് കണ്ടുപിടിക്കാമല്ലോ. സിമ്പിൾ അല്ലടാ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കണ്ടുപിടിക്കാം. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് നമ്മൾ ഫസ്റ്റ് എ കണ്ടുപിടിക്കാൻ പോകും. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. എല്ലാവർക്കും ഓർമ്മയുള്ള ഇക്വേഷൻ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൻ്റെ. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇവിടെ എത്ര തന്നേക്കുന്നത്? സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ കരുതിയത് 2000 മതി എന്ന 80 ടണ്ണിന്. ഓക്കെ. സ്റ്റാൻഡേർഡ് പ്രൈസ് നമ്മൾ 2 രൂപ വിചാരിച്ചിരുന്നത്. പക്ഷേ ആക്ച്വലി എത്ര നമുക്ക് വേണ്ടി വന്നു? 2500 വേണ്ടി വന്നു. 2500 ഇൻറ്റു അതിൻ്റെ പ്രൈസ് എത്ര നമ്മൾ കൊണ്ടുവന്നത്? 3 പെർ യൂണിറ്റാണ് കൊണ്ടുവന്നത്. അന്നേരം എത്ര കിട്ടി? 2000 ഇൻറ്റു 2 ആകുമ്പോൾ 4000 മൈനസ് 2500 ഇൻറ്റു 3 ആകുമ്പോഴത്തേന് 7500 എന്ന് കിട്ടും. അന്നേരം ഇതിൻ്റെ വ്യത്യാസം എത്രയാണ്? 4000 മൈനസ് 7500 എന്ന് പറയുന്നത് 3500 നമുക്ക് എന്ത് കിട്ടും? അഡ്വേഴ്സ് ആയിട്ടാണ് കിട്ടുന്നത്. കാരണം ഇവിടെ എന്താണ്? സ്റ്റാൻഡേർഡ് കുറവാണ്. ആക്ച്വലാണ് ഇവിടെ കൂടുതലായിട്ട് നിൽക്കുന്നത്. 3500 എ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ. പ്ലസ് 3500 എ. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കിട്ടിയല്ലോ. ഇനി നമ്മൾ അടുത്ത് എന്തോ പറഞ്ഞേക്കുന്നത്? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കണ്ടുപിടിക്കാനാണ് തന്നേക്കുന്നത്. ബി മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. പ്രൈസ് വേരിയൻസ് കേൾക്കുമ്പോഴേ അറിയാം നമുക്ക് എന്തായിരിക്കും? പ്രൈസിനകത്തുള്ള വ്യത്യാസമായിരിക്കും. അന്നേരം എന്താണ്? നമുക്ക് നമ്മുടെ മറ്റേ ഇക്വേഷൻ എടുക്കാം. സ്റ്റാൻഡേർഡ് റേറ്റിനകത്ത് നിന്ന് ആക്ച്വൽ റേറ്റ് കുറയ്ക്കണം. ഓക്കെ. ഇൻറ്റു എന്തായിരിക്കും? ക്വാണ്ടിറ്റിയിലായിരിക്കും, ആക്ച്വൽ ക്വാണ്ടിറ്റിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? എപ്പോഴും പ്രൈസിനെ നോക്കുന്നത്. എ ക്യു. ഓക്കെ. സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ്. ഇവിടെ റേറ്റ് അല്ല, സോറി, സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ്. അതെനിക്ക് പറഞ്ഞപ്പോൾ ലേബറുമായിട്ടൊന്ന് കണക്റ്റ് ആയി പോയതാ. സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് എന്ന ലേബറിനകത്താണ് റേറ്റ് വരുന്നത്. സോറി, അത് ആ പറഞ്ഞപ്പോഴത്തേന് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയതാ. ആ, അതെന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ. സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര വന്നേക്കുന്നത്? 2 ആണെന്ന് മേളിൽ കണ്ടുപിടിച്ചല്ലോ. ആക്ച്വൽ പ്രൈസ് നോക്കിയപ്പോൾ 3 വന്നു. ആക്ച്വൽ ക്വാണ്ടിറ്റി മൊത്തം എത്ര നമ്മൾ കൊണ്ടുവരുന്നത്? 2500. അപ്പോൾ എത്ര കിട്ടൂടെ നമുക്ക്? 2 മൈനസ് 3 ആകുമ്പോഴത്തേനും -1. -1 ഇൻറ്റു 2500. 2500 മൈനസ് വരുമ്പോഴത്തേനും എന്തായിരിക്കും? അഡ്വേഴ്സ് ആയിരിക്കും, ഫേവറബിൾ ആയിരിക്കത്തില്ല. 2500 എ വരും. ഓക്കെ. അപ്പം മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കിട്ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മൂന്നാമത്തെ സി. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് അങ്ങനെ യൂസേജ് എന്ന് കേൾക്കുമ്പോഴേ എന്തായിരിക്കും? ക്വാണ്ടിറ്റിയുടെ ഡിഫറൻസ് ആയിരിക്കും. എസ് ക്യു മൈനസ് എ ക്യു ഇൻറ്റു എന്തിലായിരിക്കും നമ്മൾ? യൂസേജ് ഒക്കെ എപ്പോഴും സ്റ്റാൻഡേർഡ് റേറ്റിലാണ്. ഓക്കെ. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാണ് നമുക്ക് പറഞ്ഞിരുന്നത്? 2000 ആണ് പറഞ്ഞിരുന്നത്. ആക്ച്വലി പക്ഷേ നമ്മൾ എത്ര ഉപയോഗിച്ചു? 2500 ഉപയോഗിച്ചു. സ്റ്റാൻഡേർഡ് റേറ്റ് എത്ര പറഞ്ഞിരുന്നത്? 2000 പറഞ്ഞിരുന്നത്. പക്ഷേ 3 ആയി. ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റ് വെച്ചാണ് നോക്കുന്നത്. 2000 മൈനസ് 2500 എന്ന് പറയുമ്പോഴത്തേന് -500 വരും. -500 ഇൻറ്റു 2 1000 എ എന്ന് വരും. ഓക്കെ. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് അഡ്വേഴ്സ് എന്നാണ് അർത്ഥം. ഓക്കെ. പോസിറ്റീവ് ആണെങ്കിൽ ഫേവറബിളും. അപ്പം നമുക്ക് എന്താ റീകൺസിൽ ചെയ്ത് നോക്കാം. ഈ 2500 എയും 1000 എയും കൂടെ കൂട്ടുമ്പോഴത്തേന് 3500 എ. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കിട്ടിയല്ലോ. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് പ്ലസ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ചെയ്യുമ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കിട്ടും. സിമ്പിൾ ആണല്ലോ. ഇത്രയും കാര്യമേ ഉള്ളൂ. ആ ഒരു ക്വസ്റ്റ്യൻ വളരെയധികം സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് റൈസ് ചെയ്ത് കളയാം.
ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കോ. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് മെറ്റീരിയൽ വേരിയൻസസ് കണ്ടുപിടിക്കണം. ഈ പറയുന്ന താഴെ കിടക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന്. ഇപ്പൊ കമ്പ്യൂട്ട് മെറ്റീരിയൽ വേരിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൂടെ കണ്ടുപിടിക്കണം? മിക്സ് വേരിയൻസും സബ് യൂസേജ് വേരിയൻസും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പം ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തോ കണ്ടുപിടിക്കണോടാ? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിന് 3 എണ്ണമല്ലേ കണ്ടുപിടിച്ചോളൂ. ഇനി എന്ത് ചെയ്യണം? 5 വേരിയൻസസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യണം? റീകൺസിഡർ ചെയ്ത് നോക്കണം. അത് ശരിയാണോ അല്ലയോ എന്ന്. അപ്പൊ നമുക്ക് എന്തായാലും സിമ്പിൾ ഒരു ക്വസ്റ്റ്യനാ. സ്റ്റാൻഡേർഡും തന്നിട്ടുണ്ട്, ആക്ച്വലും തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓരോന്നായിട്ട് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാം? കണ്ടുപിടിച്ചു തുടങ്ങാം. ഫസ്റ്റ് എന്താ? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഒന്നാമത്തെ. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. ഇപ്പൊ ഏതിന്റെ ആദ്യം കണ്ടുപിടിക്കണ്ടേ? ഓരോ മെറ്റീരിയലിനെയും കണ്ടുപിടിക്കണം. മെറ്റീരിയൽ എയുടെ നമ്മൾ കണ്ടുപിടിക്കാം. മെറ്റീരിയൽ എയുടെ എങ്ങനെ കണ്ടുപിടിക്കാം? മെറ്റീരിയൽ എ ഈസ് ഈക്വൽ ടു എസ് ക്യു ഇൻറ്റു എസ് പി മൈനസ് എ ക്യു ഇൻറ്റു എ പി. ഓക്കെ, ഇതാണല്ലോ ഇക്വേഷൻ. ഞാൻ ഇക്വേഷൻ വായിക്കുവാണേ. മെറ്റീരിയൽ എയുടെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇക്വേഷൻ വെച്ചിട്ട്. എസ് ക്യു ഇൻറ്റു എസ് പി മൈനസ് എ ക്യു ഇൻറ്റു എ പി. ഇവിടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്ര? 10. സ്റ്റാൻഡേർഡ് റേറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രൈസ് 2. അപ്പോൾ മെറ്റീരിയൽ എയുടെ എങ്ങനെ? 10 ഇൻറ്റു 2 മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര ഉണ്ട്? 5. താണ്ടേ എവിടെ 5? താണ്ടേ താഴെ നോക്കേ, 5ഉം അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് പ്രൈസ് അല്ല ആക്ച്വൽ പ്രൈസ് 3ഉം. അന്നേരം എന്താണ് കുറയ്ക്കുന്നത്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. അപ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര? 5 ഇൻറ്റു 3. അപ്പോൾ എത്ര കിട്ടൂടാ? 10 ഇൻറ്റു 2 ആകുമ്പോഴത്തേന് 20. 20-ന് 15 പോകുമ്പോഴത്തേന് 5. 5 എത്ര? ഫേവറബിൾ അല്ലേ? കാരണം പോസിറ്റീവ് അല്ലേ വന്നേ. 5 എഫ് എന്ന് നമ്മൾ എഴുതും. ഇനി മെറ്റീരിയൽ ബിയുടെ എങ്ങനെ എഴുതുന്നേ? മെറ്റീരിയൽ ബി, എടാ ഞാൻ ചെറുതായിട്ട് എഴുതുവാ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. മെറ്റീരിയൽ ബിയുടെ ഇതുപോലെ തന്നെ 20 ഇൻറ്റു 3. അപ്പോൾ മൂന്നെണ്ണത്തിന് നമ്മൾ കണ്ടുപിടിക്കണം. 20 ഇൻറ്റു 3 മൈനസ് ഇവിടെ എത്ര ആക്ച്വൽ വന്നേ? 10 ഇൻറ്റു 6. 10 ഇൻറ്റു 6 എന്ന് പറയുമ്പോഴത്തേന് 10 ഇൻറ്റു 6. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 20 ഇൻറ്റു 3 ആകുമ്പോഴത്തേന് 60 കിട്ടും. 10 ഇൻറ്റു 6 60. 60 60 കുറയ്ക്കുമ്പം നില്ല് കിട്ടും. അപ്പോൾ അവിടെ എന്താ? വേരിയൻസ് ഒന്നും ഇല്ല. ഓക്കെ, വേരിയൻസ് ഒന്നും ഇല്ല, നില്ലെന്നങ്ങ് എഴുതിയാൽ മതി. മെറ്റീരിയൽ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? മെറ്റീരിയൽ സിയുടെ കണ്ടുപിടിക്കണം. മെറ്റീരിയൽ സിയുടെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സ്റ്റാൻഡേർഡ് എത്ര തന്നിട്ടുണ്ട്? 20 6. 20 ഇൻറ്റു 6 സിയുടെ കണ്ടുപിടിക്കണം. 20 ഇൻറ്റു 6 മൈനസ് ഇവിടെ എത്ര? 15 ഇൻറ്റു 5. 15 ഇൻറ്റു 5. 20 ഇൻറ്റു 6 ചെയ്യുമ്പോഴത്തേന് 120 കിട്ടും. 15 ഇൻറ്റു 5 ചെയ്യുമ്പോഴത്തേന് 75 കിട്ടും. അപ്പം 120ൽ നിന്ന് 75 കുറച്ച് കഴിഞ്ഞാൽ 45 എഫ് എന്ന് കിട്ടും. 45 എഫ് എന്ന്. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി? ടോട്ടൽ നമ്മുടെ മെറ്റീരിയൽ വേരിയൻസ് എത്ര? ഈ 45ഉം ഈ 5ഉം കൂടെ കൂട്ടണം. അന്നേരം എത്ര കിട്ടി? 50 എഫ് നമുക്ക് ടോട്ടൽ കിട്ടും. ഓക്കെ, അതാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. ഈ 3 മെറ്റീരിയലിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കിട്ടിയത് കൂട്ടി എഴുതുന്നതാണ് 50 എഫ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയല്ലോ. 3 എണ്ണത്തിൻ്റെയും കൂടെ നമ്മൾ എന്താണ്? 3 എണ്ണത്തിനെ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ഒരുമിച്ച് കൂട്ടണം. അന്നേരം കിട്ടും മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. രണ്ടാമത് നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കണ്ടുപിടിക്കണം. അതും ഇതേപോലെ തന്നെ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ എന്തിൻ്റെ കണ്ടുപിടിക്കണം? മെറ്റീരിയൽ എയുടെ കണ്ടുപിടിക്കണം. എയുടെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആകുമ്പോഴത്തേന് എന്താ ഇക്വേഷൻ വരുന്നത്? പ്രൈസിൻ്റെ ചേഞ്ച് ആണ് നമ്മൾ പഠിച്ചായിരുന്നു. അതായത് സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു എന്താ ഇവിടെ വരുന്നത്? ആക്ച്വൽ ക്വാണ്ടിറ്റി വരും. മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? ഇനി ഞാൻ ആ ഇക്വേഷൻ അങ്ങ് തിരുത്തിക്കോട്ടെ. സ്റ്റാൻഡേർഡ് പ്രൈസ്, എടാ പ്രൈസ് വേരിയൻസ് എന്ന് വെച്ചാൽ പ്രൈസിനെ വ്യത്യാസം. സ്റ്റാൻഡേർഡിന് എത്രമാത്രം ആക്ച്വൽ പ്രൈസ് മാറി എന്നുള്ളത്. അവിടെ ആക്ച്വൽ ക്വാണ്ടിറ്റി വെച്ചാൽ നമ്മൾ നോക്കുന്നത്. അന്നേരം ഇവിടെ സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ് തന്നേക്കുന്നത്? സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര തന്നേക്കുന്നത്? എയുടെ 2. 2 മൈനസ് ആക്ച്വൽ പ്രൈസ് എത്ര തന്നേക്കുന്നത്? തിരിഞ്ഞു പോകരുത്. പ്രൈസ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം. ക്വാണ്ടിറ്റി അല്ല ഇവിടെ ചോദിക്കുന്നത്. സ്റ്റാൻഡേർഡ് പ്രൈസ് ഈ 2, ആക്ച്വൽ പ്രൈസ് ഈ 3. 2 മൈനസ് 3 ഇൻറ്റു എന്താ? ആക്ച്വൽ ക്വാണ്ടിറ്റി അല്ലേ ഇവിടെ നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയുണ്ട്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അല്ല, ആക്ച്വൽ ക്വാണ്ടിറ്റിയാണ് ഇക്വേഷനിൽ പറയുന്നത്. അപ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റി 5. അന്നേരം എത്ര കിട്ടൂടാ? 2 മൈനസ് 3 ആകുമ്പോൾ -1. -1 ഇൻറ്റു 5 5. -1 ഇൻറ്റു -5. അന്നേരം എന്ത് കിട്ടും? അഡ്വേഴ്സ് എന്ന് കിട്ടും. മനസ്സിലായല്ലോ? കാരണം -5 എന്ന് പറയുന്നത് അഡ്വേഴ്സാണ്, ഫേവറബിൾ അല്ല നമുക്ക്. ഇനി മെറ്റീരിയൽ ബി ആകുമ്പോഴോ? മെറ്റീരിയൽ ബി ആകുമ്പോഴും ഇതേപോലെ തന്നെ 3, അതായത് സ്റ്റാൻഡേർഡ് പ്രൈസ് -6 ആക്ച്വൽ പ്രൈസ്. അപ്പോൾ 3 മൈനസ് 6 ഇൻറ്റു നമ്മുടെ ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര തന്നേക്കുന്നത്? 10. അപ്പം 3 മൈനസ് 6 എന്ന് പറയുമ്പോൾ -3. -3 ഇൻറ്റു 10 30. അന്നേരം എന്ത് കിട്ടും? 30 അഡ്വേഴ്സ് എന്ന് കിട്ടും. അഡ്വേഴ്സബിൾ. അടുത്ത എന്താണ്? മെറ്റീരിയൽ സി. സിയുടെ എങ്ങനെയാ? സെയിം ഇതുപോലെ തന്നെ
സ്റ്റാൻഡേർഡ് എത്രയാണ്? സ്റ്റാൻഡേർഡ് റേറ്റ് തന്നേക്കുന്നത് 6. ആക്ച്വൽ റേറ്റ് തന്നേക്കുന്നത് 5. 6 - 5 1. 6 - 5 ക്വാണ്ടിറ്റി എത്ര തന്നിട്ടുണ്ട്? 15 എന്ന് തന്നിട്ടുണ്ട് ആക്ച്വൽ ക്വാണ്ടിറ്റി. 15 അന്നേരം എത്ര കിട്ടൂടാ? 1 × 15 ആകുമ്പം 15 എഫ് എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായോ? അപ്പം 30A - 30 + 15 എന്ന് ചെയ്യുമ്പോഴത്തേന് എത്ര കിട്ടൂടാ? 5A എന്ന് കിട്ടും. അപ്പം സെയിം ആണല്ലോ. അപ്പം എങ്ങനെയാ ഉത്തരം കിട്ടുന്നത്? ഈ എ രണ്ടും കൂടെ കൂട്ടണം, എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യണം? എഫ് കുറയ്ക്കണം. അന്നേരം നമുക്ക് എത്ര കിട്ടൂടാ? 20A എന്ന് കിട്ടും. ഓക്കെ, എ രണ്ടും കൂടെ 35. 30Aയും 5Aയും കൂടെ കൂട്ടുമ്പോൾ 35A എന്ന് കിട്ടും. ആ എയുടെ കൂടെ എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. ഇത് 30 - 30ആണിത്. അപ്പം 15 എഫും പ്ലസും മൈനസും കൂടെ കൂട്ടുമ്പോഴത്തേന് എന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന് ചിഹ്നം ഇടണം. അതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ മാത്സിനകത്ത്. അപ്പോൾ 20A എന്ന് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് നമുക്ക് കിട്ടും. അടുത്ത നമുക്ക് എന്ത് വേണ്ടുന്നത്? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് കണ്ടുപിടിക്കാം. അതും സിമ്പിളാണ്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മെറ്റീരിയൽ യൂസേജ് ആകുമ്പോഴത്തേന് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്ര തന്നേക്കുന്നത്? 10. ആക്ച്വൽ ക്വാണ്ടിറ്റി 5. താണ്ടെ 10 5 താണ്ടെ 10 മേളിലും 5 താഴെ. 5 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര തന്നേക്കുന്നത് ഇവിടെ? 2. അന്നേരം 10 5 പോയാൽ 5. 5 2 10. 10 എന്ത് കിട്ടും? പോസിറ്റീവ് വാല്യൂ എഫ്. ഓക്കെ, മെറ്റീരിയൽ ബി. അടുത്ത മെറ്റീരിയൽ ബി ആകുമ്പോൾ എന്ത് കിട്ടും? അത് സെയിം ഇക്വേഷൻ തന്നെ. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 20 മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി 10 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത് 3 ഇൻറ്റു 3. അന്നേരം എത്ര കിട്ടും? 20 10 പോയാൽ 10. 10 ഇൻറ്റു 3 30 എഫ് എന്ന് കിട്ടും. പോസിറ്റീവ് ആണല്ലോ, അതുകൊണ്ട് എഫ് എന്ന് തന്നെ നമുക്ക് എഴുതാം. ഇനി എന്താണ്? മെറ്റീരിയൽ സി. മെറ്റീരിയൽ സി എന്താണ്? ക്വാണ്ടിറ്റി എത്ര ഉണ്ട്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 20 തന്നെ ഉണ്ട്. ആക്ച്വൽ ക്വാണ്ടിറ്റി 15. ആണ്ടേ 20ഉം 15ഉം അതിനകത്തുനിന്ന് സ്റ്റാൻഡേർഡ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര കിടക്കുന്നത്? 6. കാരണം മേളിലുണ്ടോ 6 എന്ന് കിടക്കുന്നത്? ഇതാണ് സ്റ്റാൻഡേർഡ് പ്രൈസ്. സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽസ് മേളിലും ആക്ച്വലിൻ്റെ താഴെയാണ് കൊടുത്തേക്കുന്നത്. അന്നേരം എത്ര? 20ൽ നിന്ന് 15 പോയി കഴിഞ്ഞാൽ 5. 6 × 5 30. അപ്പോൾ 30 എന്താ? എഫ്. അപ്പോൾ എത്ര കിട്ടൂടാ? 30 30 60 10 70 എഫ് എന്ന് നമുക്ക് കിട്ടും. ഇനി എന്ത് ചെയ്യാം? നമുക്കൊന്ന് റീകൺസിൽ ചെയ്ത് നോക്കാം. മെറ്റൽ യൂസേജ് വേരിയൻസ് പ്ലസ് പ്രൈസ് വേരിയൻസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് വേരിയൻസ് ആണോ എന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. 70ൻ്റെ കൂടെ -20A കൂടെ ചെല്ലുമ്പോഴത്തേന് 70 -20Aയും കൂടെ എത്ര കിട്ടും? എത്ര കിട്ടും? 50 എഫ് എന്ന് കിട്ടും. ഓക്കെ, 70ൽ നിന്ന് 20 കുറയുമ്പോൾ 50 എഫ് എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? ഇതാണ് ഇവിടെ പറയുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് എന്ത് കിട്ടൂടാ? എടാ 70 + -20 എത്ര കിട്ടും? 70 - 20 നമുക്ക് അങ്ങ് ആക്കാമല്ലോ. അന്നേരം 70 - 20 50. 50 പോസിറ്റീവ് ആണല്ലോ, അതുകൊണ്ട് 50 എഫ്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാനുണ്ട്? മെറ്റീരിയൽ മിക്സ് വേരിയൻസും അതേപോലെ തന്നെ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസും കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, അപ്പം അത് എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്ത് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കണം? നമുക്ക് റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കേ. അപ്പോൾ ഇതിത്ര ഞാനങ്ങ് മായ്ച്ചു കളയുക. ഇവിടെ ഇത്ര 70 എഫ് ആണ് നമുക്ക് എന്ത് കിട്ടിയത്? മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഒന്ന് എറൈസ് ചെയ്ത് കളയാം. കാരണം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? RSQ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് എറൈസ് ചെയ്ത് കളയാം. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇനി RSQ കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചാലേ മിക്സ് വേരിയൻസും യൂസേജ് വേരിയൻസും കണ്ടുപിടിക്കാൻ പറ്റൂ. കാരണം നമുക്ക് എന്ത് ചെയ്തില്ല? ഇവിടെ റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി തന്നിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ വർക്കിംഗ് നോട്ടായിട്ട് താഴോട്ട് റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് വേണമെങ്കിലല്ല കണ്ടുപിടിക്കുന്ന റിവേഴ്സ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എങ്ങനെ കിട്ടി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, വർക്കിംഗ് നോട്ടായിട്ട് അവിടെ കാണിച്ചിരിക്കണം. വർക്കിംഗ് നോട്ടിൽ എന്തുണ്ടായിരിക്കണം, റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. അപ്പോൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാം, നമ്മൾ റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പോവാം. റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അഥവാ RSQ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. RSQ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കിയോ. ഇവിടെ മൊത്തത്തിൽ മെറ്റീരിയലേ നോക്കിക്കോണം. സ്റ്റാൻഡേർഡ് നമ്മൾ 50ന്റെ പുറത്താണല്ലോ ഈ 10 എന്ന് വന്നത്. ഇവിടെ 30ന്റെ പുറത്താ 5 എന്ന് വന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണോടാ, ഈ സ്റ്റാൻഡേർഡിനെ നമുക്ക് ഈ ആക്ച്വലുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല നോർമലി നോക്കിക്കഴിഞ്ഞാൽ. കാരണം ഇവിടെ 50ന്റെ പുറത്താ 10 എന്ന് വന്നത്. മൊത്തത്തിൽ 50 ഉണ്ടായിരുന്നു, അതിനകത്ത് 10 എന്നാ വന്നത്. ഇവിടെ പക്ഷേ മൊത്തത്തിൽ 30 ഉള്ളൂ. നമ്മൾ ആ ചെയ്ത ബേസിക്കിനകത്ത് ഓർമ്മയുണ്ടോ, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയുടെ ഫസ്റ്റ് ക്ലാസ്സിനകത്ത്, അല്ല സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിന്റെ ഫസ്റ്റ് ക്ലാസ്സിനകത്ത് പറഞ്ഞേ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ 50നെ നമ്മൾ 30ലോട്ട് മാറ്റണം. അന്നേരം ഈ 10/50 എന്നുള്ളത് നമുക്ക് 30ലോട്ട് മാറ്റണം. അപ്പോൾ മെറ്റീരിയൽ എയുടെ RSQ കണ്ടുപിടിക്കാം. മെറ്റീരിയൽ എയുടെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, 50ൽ 10 ആയിരുന്നു, 30ലപ്പോൾ എത്ര ആയിരിക്കും, ചെയ്തു നോക്കേ. 10 ഇൻറ്റു ഇവിടെ 1, ഇവിടെ 2, അപ്പോൾ 2 ഇൻറ്റു 3 6. മനസ്സിലായോ, 6 കിലോഗ്രാം. ഓക്കെ, അതാണ് RSQ എന്ന് പറയുന്നത് മെറ്റീരിയൽ എയുടെ. RSQ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി മെറ്റീരിയൽ ബിയുടെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, 20ൽ 50 50ൽ 20 ആയിരുന്നു, അപ്പം 30ൽ എത്ര, 20. 50ൽ 20 ആയിരുന്നു, അപ്പം 30ൽ എത്ര, ഇതേപോലെ തന്നെ 0 വെട്ടിപ്പോവും. ഓക്കെ, 5 ഇവിടെ 4, 12 കിലോഗ്രാം. ഇതാണ് റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഇതെന്തിനാ, നമ്മൾ ആ ഒരു വേരിയൻസ് കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ആ ബേസിൽ പറഞ്ഞായിരുന്നു. ഇനി മെറ്റീരിയൽ സിയുടെ നോക്കാം. മെറ്റീരിയൽ സിയുടെ എങ്ങനെ RSQ കണ്ടുപിടിക്കുന്നത്, ഇതേപോലെ തന്നെ 20 തന്നെ ആണല്ലോ, 20/50 ഇൻറ്റു 30ൽ എത്ര കിട്ടും, 12 കിലോഗ്രാം എന്ന് കിട്ടും. ഇനി നമുക്ക് RSQ കിട്ടി, 6ഉം 12ഉം 12ഉം. ഇനി നമുക്ക് എന്ത് ചെയ്യടാ, സിമ്പിളായിട്ട് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കണ്ടുപിടിച്ചൂടെ. മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ഇക്വേഷൻ എന്തുവാ, മെറ്റീരിയൽ മിക്സ് വേരിയൻസിന്റെ ഇക്വേഷൻ എന്തുവാ, മെറ്റീരിയൽ മിക്സ് വേരിയൻസിന്റെ ഇക്വേഷൻ RSQ മൈനസ് AQ ഇൻറ്റു SP എന്നാ. അപ്പോൾ ഇവിടെ RSQ എത്ര കിട്ടി, മെറ്റീരിയൽ എയുടെ RSQ എത്രടാ, 6. മനസ്സിലായല്ലോ. മൈനസ് RSQ മൈനസ് എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, ആക്ച്വൽ ക്വാണ്ടിറ്റി ആയിട്ടാണല്ലോ കമ്പയർ ചെയ്യുന്നത്. ആക്ച്വൽ എത്ര ഉണ്ട് ഇവിടെ, 5. 6 - 5 ഇൻറ്റു എന്തുമായിട്ടാ മിക്സ് വേരിയൻസ് കമ്പയർ ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് പ്രൈസുമായിട്ടാണല്ലോ. മിക്സ് വേരിയൻസും മറ്റേ നമ്മുടെ യൂസേജ് അല്ലെങ്കിൽ ഈൽഡ് വേരിയൻസും എന്തായിട്ട് കമ്പയർ ചെയ്യുന്നത്, എന്ത്, ഇതിൻ്റെ കൂടെ വരുന്നത് സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര നമുക്ക് തന്നേക്കുന്നത്, 2. 6 5 പോയി കഴിഞ്ഞാൽ 1, 1 ഇൻറ്റു 2 2. ഓക്കെ, 2 അഡ്വേഴ്സ് ആണോ അതോ ഫേവറബിൾ ആണോ, 2 ഫേവറബിൾ ആണ്, കാരണം പോസിറ്റീവ് അല്ലയോ. 2F എന്ന് കിട്ടും, റുപ്പീസ് 2F. എല്ലാത്തിൻ്റെയും കൂടെ റുപ്പീസ് ആഡ് ചെയ്തോണേ. റുപ്പീസ് ആഡ് ചെയ്യേണ്ടതിൻ്റെ കൂടെ റുപ്പീസ് ആഡ് ചെയ്യണം, കിലോഗ്രാം ആഡ് ചെയ്യേണ്ടതിൻ്റെ കൂടെ കിലോഗ്രാം ആഡ് ചെയ്യണം. ഓക്കെ, മെറ്റീരിയൽ ബി എങ്ങനെ, RSQ എത്ര കിട്ടി, 12 മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര, 10. 12 - 10 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര കിട്ടി, മേടി കിടക്കുന്ന നോക്കെ 3. സ്റ്റാൻഡേർഡ് പ്രൈസ് വേണം എഴുതാൻ, ആണ്ടെ ഈ 3. അന്നേരം നമുക്ക് എത്ര കിട്ടൂടാ, 12ൽ 10 പോയാൽ 2. 2 ഇൻറ്റു 3 6F എന്ന് കിട്ടും. ഇനി മെറ്റീരിയൽ സിയുടെ നമുക്ക് നോക്കാം. മെറ്റീരിയൽ സി ഈസ് ഈക്വൽ ടു സെയിം തന്നെ, RSQ 12 മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇവിടെ 15 ആക്ച്വൽ ക്വാണ്ടിറ്റി 15 ഇൻറ്റു എത്ര ചെയ്യാം, സ്റ്റാൻഡേർഡ് പ്രൈസ് 6. അന്നേരം എത്ര കിട്ടി, 12ൽ 15 പോകുമ്പോഴത്തേന് -3. -3 ഇൻറ്റു 6 -18. -18 നമ്മൾ എഴുതുമോ, ഇല്ല, 18A എന്ന് നമ്മൾ എഴുതും. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് 3 കൂട്ടുമ്പോഴത്തേന് എത്ര കിട്ടും നമുക്ക്, എത്ര കിട്ടൂടാ, 6 + 2 8. 8F ആണല്ലോ. 8F ന്ന് 18A കുറയ്ക്കുമ്പോഴത്തേന് വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സിമ്പൽ, അതായത് 10A എന്ന് നമ്മൾ എഴുതണം. 10A നമ്മുടെ ബേസിക് മാത്സ് അവിടെ വരുന്നത്, 10A എന്ന് നമ്മൾ എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം നമുക്ക്, മെറ്റീരിയൽ മിക്സ് കഴിഞ്ഞു. ഇനി മെറ്റീരിയൽ സബ് യൂസേജ് വേണമെങ്കിൽ നമുക്ക് എവിടെ എഴുതാം, മേലോട്ട് എഴുതാം.
ഇത് ചെല്ലുമ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര ആവണം? 70 കിട്ടണം. 70 കിട്ടുന്നതുകൊണ്ടാണ്. കാരണം മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് നമുക്ക് 70 കിട്ടിയത്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ് കിട്ടണം. അപ്പോൾ ഇവിടെ മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സബ് യൂസേജ് എന്നും പറയാം, ഇതിനെ ഈൽഡ് എന്നും പറയാം. ഓക്കെ, മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എന്നും പറയാം. ഇതിനെ എങ്ങനെയാണ് ചെയ്യുന്നത്? മെറ്റീരിയൽ എയുടെ ആകുമ്പോഴത്തേന് എസ് ക്യു ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആർ എസ് ക്യു ഇൻറ്റു എസ് പി ആണ് ചെയ്യുന്നത്. അപ്പോൾ മെറ്റീരിയൽ എയുടെ എങ്ങനെ കിട്ടൂടാ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അവിടെ എത്ര വന്നേക്കുന്നത് നോക്കിയേ. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്ര വന്നേക്കുന്നത്? 10 വന്നേക്കുന്നത്. 10 മൈനസ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ആർ എസ് ക്യു എത്ര? 6. 10 മൈനസ് 6 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര അവിടെ തന്നേക്കുന്നത്? 5. 5ആണോ? ഇല്ല, 2 തന്നേക്കുന്നത്. ഓക്കെ, 10 മൈനസ് 6 ഇൻറ്റു 2. 10 മൈനസ് 6 4. 4 ഇൻറ്റു 2 8. 8 എത്ര? പോസിറ്റീവ് വാല്യൂ. അപ്പോൾ 8 എഫ് എന്ന് വരും. ഇനി മെറ്റീരിയൽ ബിയുടെ ചെയ്യാം. മെറ്റീരിയൽ ബിയുടെ ചെയ്യുന്ന എത്ര? ഇതേപോലെ തന്നെ എസ് ക്യു മൈനസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്ര ഉണ്ട് അവിടെ? 20 ഉണ്ട്. മൈനസ് ആർ എസ് ക്യു ഇപ്പോൾ കണ്ടുപിടിച്ച എത്ര? 12 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ്? 3. ആണ്ടെ അവിടെ 3 കണ്ടില്ല നമ്മുടെ കോളത്തിനകത്ത്? സ്റ്റാൻഡേർഡ് പ്രൈസ് 3. 20 മൈനസ് 12 8. 8 ഇൻറ്റു 3 24. 24 എഫ് എന്ന് നമ്മൾ എഴുതി. ഓക്കെ, 24 എഫ് എന്ന് നമ്മൾ എഴുതി. FF 24 എഫ് എന്നാണ് ഇവിടെ. എഫ് ഇനി 24 എഫ് ആണല്ലോ അത് കിട്ടി. ഇനി മെറ്റീരിയൽ സിയുടെ നമുക്ക് എഴുതാം. മെറ്റീരിയൽ സിയുടെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എസ് ക്യു എത്ര? നമുക്ക് അവിടെ കിടക്കുന്ന സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അതും 20 തന്നെ. മൈനസ് ആർ എസ് ക്യു എന്താ? 12 തന്നെ. സ്റ്റാൻഡേർഡ് പ്രൈസിൽ വ്യത്യാസമുണ്ട്. എത്ര? സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര? അവിടെ 6 ഉണ്ട്. അന്നേരം 24 12 പോയി കഴിഞ്ഞാൽ 8. 8 ഇൻറ്റു 6 48. 48 എഫ്. ഫുള്ള് ഇവിടെ എഫ് ആണല്ലോ. 48ഉം 24ഉം 8 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 48 4 52 62 72 80. 80 എന്ത് കിട്ടി? 80 എഫ് എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണോടാ? ഇത് എന്ത് ചെയ്യണം? ഇത് രണ്ട് കൂട്ടുമ്പോഴത്തേന് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ആയ 70 കിട്ടുന്നോ എന്ന് നോക്കണം. അപ്പോൾ 80 എഫ് പ്ലസ് 10 എ. അപ്പോൾ 80ൽ നിന്ന് നെഗറ്റീവ് 10 ഇല്ലയോ? 80 എഫിൽ നിന്ന് 10 എ കുറയുമ്പോഴത്തേന് 70 എന്ത് കിട്ടും? എഫ് എന്ന് കിട്ടും. അപ്പോൾ മറ്റേതുമായിട്ട് കറക്റ്റ് ആണല്ലോ. മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ഈസ് ഈക്വൽ ടു മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ഈസ് ഈക്വൽ ടു മെറ്റീരിയൽ മിക്സ് വേരിയൻസ് പ്ലസ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് അഥവാ മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ്. സബ് യൂസേജ് വേരിയൻസും മെറ്റീരിയൽ ഈൽഡ് വേരിയൻസും എന്താണ്? സെയിം തന്നെയാണ്. അപ്പോൾ എന്തായാലും ആൻസർ കിട്ടില്ലോ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഇനി കുറച്ചുകൂടെ എന്ത് ചെയ്യാം? കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. ഇനി ഒരു 2 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് ഏകദേശം ഈ ചാപ്റ്ററിലെ ഫുൾ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അത് ഞാൻ വ്യക്തമാക്കി തരാം. ഇനി കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടഫ് മീൻസ് ഞാനതിൻ്റെ എന്തായിരിക്കും, ഏത് രീതിയിൽ ആ ക്വസ്റ്റ്യനെ മനസ്സിലാക്കി ചെയ്യണമെന്ന് പറഞ്ഞു തരും. അപ്പം അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യണം. കാരണം ഇനി നമുക്ക് വരാൻ പോകുന്ന എക്സാം ക്വസ്റ്റ്യൻസ് ഈ ഒരു രീതിയിലായിരിക്കും. ഓക്കെ, നോക്കിക്കോ. പ്രോബ്ലം നമ്പർ 3 പോവാണ് നമ്മൾ. എ മാനുഫാക്ചറിങ് കൺസേൺ വിച്ച് ഹാസ് അഡോപ്റ്റഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഫർണിഷസ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. അപ്പം എന്താണ് ഒരു മാനുഫാക്ചറിങ് കൺസേൺ? താഴെ പറയുന്ന അവർ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്തു. താഴെ പറയുന്ന ഇൻഫർമേഷൻസ് എല്ലാം അതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇതൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി നോക്കിക്കോ, സ്റ്റാൻഡേർഡ് തന്നിട്ടുണ്ട്, നമുക്ക് ആക്ച്വലും തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളതെന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. മെറ്റീരിയൽ ഫോർ 70 കിലോഗ്രാം ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഓഫ് 100 kg. ഓഫ് 100 kg അല്ല, ഇവിടെ അവർക്കൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ 100 kg ആണ്. അതായത് എന്താ, 70 കിലോഗ്രാം ഫിനിഷ്ഡ് പ്രോഡക്റ്റിനായിട്ട് എത്ര മെറ്റീരിയൽസ് വേണം? 100 കിലോഗ്രാം മെറ്റീരിയൽ വേണം. എടാ, നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് ആണ് പഠിക്കുന്നത്. ഇവിടെ പ്രോഡക്റ്റ് എന്തിനായിരിക്കും തരുന്നത്? ഈ സ്റ്റാൻഡേർഡിനെ
കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ എസ്ക്യു കണ്ടുപിടിക്കാനായിരിക്കും. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനായിരിക്കും. അത് കാണുമ്പോഴേ നിങ്ങളങ്ങ് ചിന്തിച്ചോണം. ഓക്കെ. അപ്പൊ ഈ 70 കിലോഗ്രാമും ഈ 100 കിലോഗ്രാമും എന്തുവാന്നുള്ളത് നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്. നമ്മൾക്കെന്താണ് മെറ്റീരിയലിന്റെ കോസ്റ്റ് വേരിയൻസ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്കിവിടെ റിലവന്റ് ആയിട്ടുള്ളത് ഏതാ? ഈ 100 കിലോഗ്രാം ആണ്. അടുത്തത് പ്രൈസ് ഓഫ് മെറ്റീരിയൽസും തന്നിട്ടുണ്ട്. പെർ കിലോജിക്ക് ₹1 എന്നുള്ളത്. അതെന്ന് പറയുന്നത് എന്താണ്? കാണുമ്പോൾ വന്ന് നമുക്കറിയാം സ്റ്റാൻഡേർഡ് പ്രൈസ് ആണെന്നുള്ളത്. ആക്ച്വല് ഔട്ട്പുട്ട് നമുക്ക് തന്നിട്ടുണ്ട്. മെറ്റീരിയൽസ് യൂസ്ഡ് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസും തന്നിട്ടുണ്ട്. ഓക്കെ. ഇത്രയും ഡേറ്റാസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ വേണം നമ്മുടെ വേരിയൻസ് കണ്ടുപിടിക്കാൻ? എസ്ക്യു വേണം, എസ്പി വേണം, എക്യു വേണം, എപി വേണം. ഓക്കെ. ഇത് 4 എണ്ണമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. സിമ്പിൾ അല്ലേ? ഈ ഒരു 4 സാധനങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി. അന്നേരം ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി നോക്കുമ്പോൾ തന്നെ അറിയാം എന്ത് തന്നിട്ടുണ്ട്? എസ്പി തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊഴിച്ച് ബാക്കി 3ഉം വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഏത് ക്വസ്റ്റ്യൻ തന്നാലും ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മെറ്റീരിയലുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആണ്. ഇവിടെ ദാണ്ടെ നോക്കിക്കോ. 70 കിലോഗ്രാം പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കോൺസെപ്റ്റ് പറഞ്ഞു പോവാണ്. എത്ര റോ മെറ്റീരിയൽസ് വേണമെന്നാ പറഞ്ഞേക്കുന്നേ? 100 കിലോഗ്രാം റോ മെറ്റീരിയൽസ് വേണം. മനസ്സിലായോ? അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇവിടെ നമുക്ക് ആക്ച്വലി തന്നേക്കുന്നത് എന്തുവാണ്? ആക്ച്വലി നിങ്ങൾ നോക്കിയേ. ഔട്ട്പുട്ട് 2,10,000 കിലോഗ്രാം ഉണ്ട്. അഥവാ ദാണ്ടെ 70 കിലോഗ്രാം പ്രോഡക്റ്റ്. മൊത്തത്തിൽ നമുക്ക് എത്ര പ്രോഡക്റ്റ് ഉണ്ട്? ആക്ച്വലി നമുക്ക് എത്ര പ്രോഡക്റ്റ് വന്നു? 2,10,000 കിലോഗ്രാം പ്രോഡക്റ്റ് വന്നു. ഇതിന് ഉപയോഗിച്ചേക്കുന്ന മെറ്റീരിയൽ മൊത്തത്തിൽ എത്ര ആണ്? 2,80,000 കിലോഗ്രാം ആണല്ലോ. ദാണ്ടെ നമുക്ക് ആക്ച്വലി ഇത്രയും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഡേറ്റ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഇവിടെ 100 കിലോഗ്രാം മെറ്റീരിയലിന്റെയും 70 കിലോഗ്രാം പ്രോഡക്റ്റിന്റെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താടാ? ഈ 2,10,000 കിലോഗ്രാം പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് എത്ര വരുമെന്ന് വേണം നമ്മൾ കണ്ടെത്താൻ. എന്നാലല്ലേ നമുക്ക് ഇത് തമ്മിലൊന്ന് താരതമ്യം ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇവിടെ എന്തിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്? ഔട്ട്പുട്ടിന്റെ കാര്യം. ഔട്ട്പുട്ട് എന്ത് ചെയ്യണം? ഈക്വൽ ആക്കണം. ഇവിടെ ഔട്ട്പുട്ട് ഡിഫറന്റ് ആണ്. ഇവിടെ 70 കിലോഗ്രാം പ്രോഡക്റ്റിന്റെ കാര്യവും ഇവിടെ 2,10,000 കിലോഗ്രാം പ്രോഡക്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യണോടാ? ഫസ്റ്റ് ഈക്വൽ ആക്കണം. ഔട്ട്പുട്ട് ഈക്വൽ ആക്കുന്ന സമയത്ത് എന്തും ഓട്ടോമാറ്റിക് ആയിട്ട് ഈക്വൽ ആയിക്കോളും. ഇതിനനുസരിച്ചുള്ള മെറ്റീരിയൽസും ഇവിടെ വന്നോളും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് പലരുടെയും ഒരു തെറ്റിദ്ധാരണ ഇതാണ് RSQ എന്നാണ്. പക്ഷേ RSQ ഇതല്ല. റിവേഴ്സ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി വരുന്നത് എപ്പോഴാണ്? അതിവിടെ നമ്മൾ കണ്ടുപിടിക്കണോ? വേണ്ട. അതെപ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത്? 2 മെറ്റീരിയൽസ് അഥവാ ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്താണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഒന്നിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ RSQ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മൾ ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഒറ്റ മെറ്റീരിയൽ മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമുക്കിവിടെ തന്നിട്ടുണ്ട്. പക്ഷേ ആക്ച്വൽ ഔട്ട്പുട്ടിന്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആണോ തന്നേക്കുന്നേ? അല്ല. എത്ര? 70 കിലോഗ്രാമിന്റെ മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് വേണ്ടത് എത്ര? 2,10,000 കിലോഗ്രാം ഉണ്ടാക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയാ. അന്നേരം അത് നമ്മൾ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ഇതാണ് മിക്ക ക്വസ്റ്റ്യനുകളിലും നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. കാരണം ഇത് കണ്ടുപിടിച്ചാലേ ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് കിട്ടൂ. ഒട്ടുമിക്ക ആൾക്കാർക്കും കണ്ടുപിടിക്കാൻ അറിയാത്തത് ഏതാണ്? ഈ ഒരൊറ്റ കാര്യമാണ്. ഓക്കെ. ഇത് ആദ്യമേ മനസ്സിലാവണം. ഇതെങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. അല്ലെങ്കിൽ ഇതെന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 70 ഉണ്ടാക്കാൻ 100 വേണമായിരുന്നു. അപ്പോൾ 2,10,000 ഉണ്ടാക്കാൻ എത്ര? അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാടാ? 70 ഉണ്ടാക്കാൻ 100 വേണമായിരുന്നു. അപ്പോൾ 2,10,000 കിലോഗ്രാം ഉണ്ടാക്കാൻ എത്ര വേണം? ഇതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഉത്തരം? ഈ 0യും ഈ 0യും ക്യാൻസൽ ചെയ്യും. ഈ 7ഉം 21 കൂടെ വെട്ടാലോ? 3. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 3,000 എന്ന് കിട്ടും. 3,000 ഇൻറ്റു 100 എന്ന് പറയുന്നത് 3,00,000 കിലോഗ്രാം. മനസ്സിലായല്ലോ? 2,00,000 സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എത്രയാണ്? 2,10,000 കിലോഗ്രാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3,00,000 കിലോഗ്രാം മെറ്റീരിയൽ വേണമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ എത്രയേ ഉപയോഗിച്ചോളൂ? 2,80,000 ഉപയോഗിച്ചോളൂ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? SQ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. മനസ്സിലായല്ലോ? 2,10,000 കിലോഗ്രാം ഉണ്ടാക്കാൻ നമുക്ക് 3,00,000 വേണമായിരുന്നു. ഇതെന്താ? SQ ആണ് നമ്മൾ ഈ കണ്ടുപിടിച്ചത്. മനസ്സിലായല്ലോ? ഇത് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കാരണം ഇത് 70 കിലോഗ്രാം
പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഔട്ട്പുട്ടിന്റെ മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എത്രയാണ്? 2,10,000 കിലോഗ്രാം ഔട്ട്പുട്ടിന്റെ വേണമല്ലോ കണ്ടുപിടിക്കാൻ. അതാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് എന്നുള്ളത്. എസ് ക്യു നമ്മൾ കണ്ടുപിടിച്ചു. എത്ര സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി? 3,00,000 വേണമായിരുന്നു. എസ് പി നമുക്ക് ആദ്യമേ തന്നിട്ടുണ്ട്. എത്ര എസ് പി തന്നേക്കുന്നത്? 1 റസ് എന്ന് തന്നിട്ടുണ്ട് പെർ കെ ജി, 1 റുപ്പി പെർ കെ ജി. ആക്ച്വൽ ക്വാണ്ടിറ്റി എക്ക് നമുക്ക് തന്നിട്ടുണ്ടോ? ആക്ച്വൽ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടല്ലോ. എത്രയാണ് മെറ്റീരിയൽ യൂസ് ചെയ്തേക്കുന്നത്? മെറ്റീരിയൽ വേണം എടുക്കാൻ, ഔട്ട്പുട്ട് എടുക്കരുത്. നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് ആണ് പഠിക്കുന്നത്. ഓക്കെ, 2,80,000 കിലോഗ്രാം. 2,80,000 കിലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? എക്ക് തന്നിട്ടുണ്ട്. ഇനി എ പി എങ്ങനെ കണ്ടുപിടിക്കും? 2,80,000 വില ഇവിടെ തന്നിട്ടുണ്ടല്ലോ. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് 2,52,000 എന്ന്. അന്നേരം അത് വെച്ചിട്ട് വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ, 2,52,000 എത്രതിൻ്റെ വിലയാണ്? 2,80,000 വിലയാണ്. അന്നേരം ഒന്നിൻ്റെ വില എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇൻറ്റു 1. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? എ പി എന്തുവാണെന്ന് കിട്ടും. അപ്പോൾ എ പി എത്ര കിട്ടും ഇത് ചെയ്യുമ്പോൾ? ഓക്കെ, ചെയ്യുമ്പോഴത്തേന് എ പി 0.90 എന്ന് കിട്ടും നമുക്ക്. കാരണം 1 രൂപ പോലും ഇല്ല. 0.9 പൈസ, 0.9 റുപ്പീസ് എന്ന് കിട്ടും. ഇത് വെച്ച് വേണം നമ്മളിനി എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്? ഈ താഴെ കിടക്കുന്ന മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്തുവാ? ഫസ്റ്റ് വൺ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. ഇക്വേഷൻ എന്തുവാ? എസ് ക്യു ഇൻറ്റു എസ് പി മൈനസ് എ ക്യു ഇൻറ്റു എ പി. ഇവിടെ ആ സെയിം ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കേ. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 3,00,000. ഓക്കെ, 3,00,000 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രടാ? 1 മൈനസ് എ ക്യു ഇൻറ്റു എസ് പി. എ ക്യു എത്ര? 2,80,000. ഇനി എ പി എത്ര? 0.9. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസറായിട്ട്? എന്ത് കിട്ടും ആൻസറായിട്ട്? 48,000 ഫേവറബിൾ എന്ന് കിട്ടും. ഫേവറബിൾ വരാനുള്ള കാരണം എന്താ? ഇത് നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഫേവറബിളായി വരുമെന്നുള്ളത്. അപ്പോൾ ഫേവറബിൾ വന്നു. ഇനി കാരണം നമ്മൾ ഫേവറബിൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ? നമ്മൾ സെറ്റ് ചെയ്തതിലും താഴെയാണ് ആക്ച്വൽ ഉണ്ടായത്. ഇപ്പം നമുക്ക് നല്ലതല്ലേടാ, ഫേവറബിൾ അല്ലേ നമുക്ക്? നമ്മൾ സ്റ്റാൻഡേർഡ് ഇത്രയും ആവാമെന്ന് സെറ്റ് ചെയ്തതാ, അതിന് മേളിൽ പോയിട്ടില്ല. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് അതിന് താഴെ വന്നു. ഇനി മെറ്റീരിയൽ യൂസേജ് വേരിയൻസിലോട്ട് പോവാം. മെറ്റീരിയൽ യൂസേജിൽ എന്തെങ്കിലും വേരിയൻസ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. മെറ്റീരിയൽ യൂസേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? ക്വാണ്ടിറ്റി തമ്മിലുള്ള വ്യത്യാസമാണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു എന്താ? സ്റ്റാൻഡേർഡ് പ്രൈസ്. യൂസേജ് വരുമ്പോഴത്തേന് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാടാ? 3,00,000 ആണല്ലോ നമ്മൾ ഉദ്ദേശിച്ചത്. 3,00,000 മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര? 2,80,000. അപ്പോൾ ഇതിന് 20,000 വന്നല്ലോ. 20,000 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര? 1. അപ്പോൾ എത്ര കിട്ടി നമുക്ക് ആൻസർ? 20,000 എഫ് എന്ന് കിട്ടി. മനസ്സിലായോ? 20,000 എ അല്ല, എഫ് ആണ്. ഓക്കെ, ഇനി മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കൂടെ നമുക്ക് നോക്കാം. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. പ്രൈസ് വേരിയൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ ഡെറിവ് ചെയ്തത്? റേറ്റ് തമ്മിലുള്ള വ്യത്യാസമാണല്ലോ, അല്ലെങ്കിൽ പ്രൈസ് തമ്മിലുള്ള വ്യത്യാസമാണല്ലോ. സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. ഇവിടെ എന്ത് വേണം? നമ്മൾ ആക്ച്വൽ ക്വാണ്ടിറ്റിയാണ് എടുക്കേണ്ടത്. അത് മാത്രം തെറ്റിപ്പോരുത്. ഇവിടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എടുക്കരുത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പ്രൈസ് വേരിയൻസിനെ ചെയ്യുന്നത്. അന്നേരം എങ്ങനെ കിട്ടൂടാ? സ്റ്റാൻഡേർഡ് പ്രൈസ് 1. ആക്ച്വൽ പ്രൈസ് എത്രയായുള്ളൂ? 0.9 നമ്മൾ കണ്ടുപിടിച്ചു. അന്നേരം തന്നെ ആൻസർ എന്ത് കിട്ടി? 0.1 എന്ന് കിട്ടി. 0.1 ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര? ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാടാ? 2,80,000. 0.1 ഇൻറ്റു 2,80,000 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 28,000 എഫ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് റീകൺസിൽ ചെയ്ത് നോക്കാം. റീകൺസിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ച്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഈസ് ഈക്വൽ ടു മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് പ്ലസ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. രണ്ടുകൂടെ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെ കിട്ടും ആൻസർ? ഈ 20,000 പ്ലസ് 28,000 ഈസ് ഈക്വൽ ടു 48,000 കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, അന്നേരം എന്താണെന്ന് മനസ്സിലാക്കണം? നമ്മുടെ ആൻസർ ശരിയാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ മിക്സ് വേരിയൻസ് നമ്മുടെ സബ് യൂസേജ് വേരിയൻസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഇപ്പം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ചില സാഹചര്യത്തിൽ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ എന്തുകൊണ്ടാണ് എടുക്കാത്തത്? കാരണം ഇവിടെ ഒരു മെറ്റീരിയലേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ഉപയോഗിക്കുന്നില്ല. വ്യക്തമായല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തതെന്ന് ഉള്ള കാര്യങ്ങളെല്ലാം. സിമ്പിൾ അല്ലേ? ആ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. സിമ്പിൾ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇനി കുറച്ചുകൂടെ ഒന്ന് ടഫായിട്ടുള്ള ക്വസ്റ്റ്യനിലോട്ട് പോകാം. എല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? എ ക്യു എന്താണ്, ആർ എസ് ക്യു എന്താണെന്നെല്ലാം മനസ്സിലാവും.
ഈ ക്വസ്റ്റിനോട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഒന്ന് കുറച്ചങ്ങ് എറേസ് ചെയ്ത് കളയുവാണേ. ഇതുകൂടെ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്ത് കിട്ടും? നല്ലൊരു ക്ലാരിറ്റി കിട്ടും. നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്നുള്ളതിൻ്റെ. ശ്രദ്ധിച്ചോ? കുറച്ചുകൂടെ ഒന്ന് മിനിമൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് കുറച്ച് അത്യാവശ്യം നമുക്ക് ലെങ്ത് ഉണ്ട് ചെയ്യാൻ. ഓക്കെ. ഇത്രയും മതി. നോക്കിക്കോ. ഇനി താണ്ടേ ക്വസ്റ്റ്യൻസ് വായിച്ചോ. 6ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. 6th ക്വസ്റ്റ്യൻ. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് എ സെർട്ടൺ കെമിക്കൽ മിക്സ്ചർ ഈസ് ആസ് അണ്ടർ. ഒരു കെമിക്കൽ മിക്സ്ചറിന്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. നോക്കിക്കോ. 40% ഓഫ് മെറ്റീരിയൽ എ. മെറ്റീരിയൽ എ 2 മെറ്റീരിയൽ ആണ് ഉള്ളത്. മെറ്റീരിയൽ എയും ഉണ്ട്. ഇതിന്റെ വില എത്ര? 20 per kg. 60% ഓഫ് മെറ്റീരിയൽ ബി ഉപയോഗിക്കുന്നുണ്ട്. എടാ ഒരു മിക്സ്ചർ അതിനകത്ത് ടോട്ടൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് 40% മെറ്റീരിയൽ എയും 60% മെറ്റീരിയൽ ബിയുമാണ്. മെറ്റീരിയൽ എയുടെ വില എന്ന് പറയുന്നത് 1 കിലോഗ്രാമിന് 20 രൂപയും മെറ്റീരിയൽ ബിയുടെ വില എന്ന് പറയുന്നത് 30 രൂപയാണ്. ഓക്കെ. സ്റ്റാൻഡേർഡ് ലോസ് ഓഫ് ഇത് കൂടാതെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു സ്റ്റാൻഡേർഡ് ലോസ് സംഭവിക്കുന്നുണ്ട് 10%. നമ്മൾ എക്സ്പെക്ട് ചെയ്യുമോ ഇതെല്ലാം? ഓക്കെ. എടാ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റാക്കി തന്നേക്കുന്നത് അഥവാ നമ്മൾ മുൻകൂട്ടി ധരിക്കുന്നതാണ്, പ്രീ ഡിറ്റർമൈൻ ചെയ്യുവാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഒരു 40% വേണം, ബി ഒരു 60% വേണം. ഇതിൻ്റെയൊക്കെ വില ഇത്രയും നിൽക്കണം, 20 രൂപയും അതേപോലെ തന്നെ 30 രൂപയും കിലോഗ്രാമിന് നിൽക്കണം. ഇത് കൂടാതെ ഒരു ലോസ് കൂടെ നമ്മൾ മുൻകൂട്ടി കണക്കാക്കുക. ഒരു 10% ലോസ് കൂടെ നമുക്ക് വരാം. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തു. അത്രയും ഉണ്ടല്ലോ. അതാണ് സ്റ്റാൻഡേർഡ് ഡേറ്റ നമുക്ക് തന്നേക്കുന്നത്. ഇനി ആക്ച്വൽ കോസ്റ്റ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. നോക്കിയോ. 180 കിലോഗ്രാം മെറ്റീരിയൽ എ അറ്റ് എ കോസ്റ്റ് ഓഫ് 80 per kg. ആക്ച്വലി നമുക്ക് എത്ര ആയി? 180 കിലോഗ്രാം മെറ്റീരിയൽ എ ആയി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ 1 കിലോഗ്രാമിൻ്റെ വില 18 ആയി. നമ്മളിവിടെ പ്രതീക്ഷിച്ചിരുന്നത് എത്ര ആവുമെന്ന്? 20 പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന് എത്ര ആയോളൂ? 18 ആയോളൂ. അടുത്ത 220 കിലോഗ്രാം മെറ്റീരിയൽ ബി. മെറ്റീരിയൽ ബി എത്രയാടാ? 220 കിലോഗ്രാം മെറ്റീരിയൽ ബി ആയി. ഇവിടുത്തെ വില എത്ര? 34 പെർ കിലോഗ്രാം. നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് 30 ഉള്ളൂ. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? കൂടി. മെറ്റീരിയൽ എയുടെ വില കുറഞ്ഞ സമയത്ത് മെറ്റീരിയൽ ബിയുടെ വില കൂടി. നമ്മൾ പ്രതീക്ഷിച്ചതിലേക്കാളും. വെയിറ്റ് പ്രൊഡ്യൂസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ ധരിച്ചോണം എന്തായിരിക്കും? നമ്മൾ ഔട്ട്പുട്ട് ആയിരിക്കും ഈ കൊടുത്തേക്കുന്നത് എന്തെന്ന് പറയുന്നത് 360 കിലോഗ്രാം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റയൊക്കെ നമുക്ക് ഇനി ഒരു ടേബിളിനകത്തോട്ടാക്കിയാലോ, സ്റ്റാൻഡേർഡും ആക്ച്വലും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 6th ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാൻഡേർഡ് ഡേറ്റ, സ്റ്റാൻഡേർഡ്, ഇവിടെ ആക്ച്വല്. ഓക്കെ. പിന്നെ ഇവിടെ ക്വാണ്ടിറ്റി ഉണ്ട്. എന്താ ഈ ഡേറ്റയൊക്കെ നമ്മൾ SP, SQ എല്ലാം കണ്ടുപിടിക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഡേറ്റ എല്ലാം നമുക്ക് മാറ്റാം. ക്വാണ്ടിറ്റി, ഇവിടെ റേറ്റ്, ആക്ച്വലിൻ്റെ അതേപോലെ തന്നെ ക്വാണ്ടിറ്റി, റേറ്റ്. ഫസ്റ്റ് നമുക്ക് എന്തെടുക്കാം? ഓക്കെ. ഈ യൂണിറ്റോട് എഴുതിയേക്കണടാ. ഇവിടെ കിലോഗ്രാം, ഇവിടെ റസ്, ഇവിടെ KG, ഇവിടെ റസ് എന്നൊക്കെ എഴുതിയേക്കണം. ഓക്കെ. ഫസ്റ്റ് നമുക്ക് മെറ്റീരിയൽ എയുടെ എഴുതാം. മെറ്റീരിയൽ എ. ഓക്കെ. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് പറഞ്ഞിരുന്നത് എത്ര? 40% ഇല്ലയോ? നമുക്കതിനെ എന്ത് ചെയ്യാം? 40 ആയിട്ട് അങ്ങ് എടുക്കാം. ഓക്കെ. ജസ്റ്റ് അങ്ങ് അസ്യൂം ചെയ്യാം. 100ൽ 40 ആയിട്ട് അങ്ങ് എടുക്കാം. അപ്പോൾ ക്വാണ്ടിറ്റി എത്ര ഉണ്ട് ഇവിടെ? 40 നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടിരുന്നത്. വില എത്ര? 20 പെർ കിലോഗ്രാം. അപ്പോൾ റേറ്റ് എത്ര ഇവിടെ ഇരുന്നത്? 20 നമ്മൾ കണ്ടിരുന്നത്. ആക്ച്വലി എത്ര ആയി? 180 കിലോഗ്രാം ആയി. താണ്ടേ 180 kg ആയി. വില എത്ര ആയി? വില എത്ര ആടാ? 18 ആയോളൂ. ഓക്കെ. മെറ്റീരിയൽ എയുടെ ഇവിടെ കഴിഞ്ഞു. ഇനി മെറ്റീരിയൽ ബി ഉണ്ടല്ലോ നമുക്ക്. മെറ്റീരിയൽ ബിയുടെ ഡേറ്റ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ ബി എത്ര? 60% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റേറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് എത്ര? 30 എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് എത്ര ആയി? 220 കിലോഗ്രാമും ആയി. 30 നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന വില 34 ആയി. അപ്പോൾ ആക്ച്വലും സ്റ്റാൻഡേർഡും നമുക്ക് കിട്ടിയല്ലോ. ഇനി ടോട്ടൽ അപ്പോൾ എത്ര കിട്ടും ഇതിൻ്റെ? ടോട്ടല് ഇത് 100%, അതായത് 100. ഇവിടെ എത്ര ഉണ്ട് ടോട്ടല്? 400 വന്നു. 400 കിലോഗ്രാം. ഓക്കെ. ഇവിടെ നമുക്ക് ഈ 100% എന്താ 100 കിലോഗ്രാം എന്നങ്ങ് അസ്യൂം ചെയ്തോ? കുഴപ്പമില്ല. അപ്പോൾ 100 കിലോഗ്രാം ആണെങ്കിൽ ഇവിടെ 40%, 60% ആയിട്ട് എടുക്കുമല്ലോ. ആ 100നെ നമുക്ക് എന്താ 100 കിലോഗ്രാം ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യാം. ഇനി ലോസ് 10% തന്നിട്ടുണ്ട്. അപ്പം 100ന്റെ 10% ലോസ് ആയിട്ട് പോകുമല്ലോ. 10% എത്ര? 10. പിന്നെ കിട്ടുന്നത് എന്തായിരിക്കും? ഔട്ട്പുട്ടാണ്. ഓക്കെ. എടാ ലോസും കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഔട്ട്പുട്ടല്ലേ കിട്ടുന്നത്, വേറെ നഷ്ടമൊന്നും ഇല്ലല്ലോ. അപ്പോൾ എത്ര കിട്ടും ഇവിടെ? 90 കിട്ടും.
ഇവിടോ? ഇവിടെ എത്ര ഔട്ട്പുട്ട് പറഞ്ഞേക്കുന്നത്? ദാണ്ടെ ഇവിടെ ഔട്ട്പുട്ട് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 360 കിലോഗ്രാം എന്ന്. 360 കിലോഗ്രാം നമ്മൾ എത്ര ചെയ്തു? ഔട്ട്പുട്ടായിട്ട് കാണിച്ചു. അപ്പൊ ഇവിടുത്തെ ലോസ് എത്ര ആയിരിക്കുമെടാ? 400-നകത്ത് നിന്ന് ഒരു 40 പോയിട്ടാണല്ലോ ഇവിടെ 360 കിട്ടിയെങ്കില്. അപ്പൊ ഇവിടെ ലോസ് എത്ര വന്നു? 40 വന്നു. ഇവിടെയും 10 വന്നു. അത് ഞാൻ വെറുതെ ജസ്റ്റ് കാണാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടതാ. നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല ഇതിനെ കൊണ്ട്. മനസ്സിലായല്ലോ? ഇവിടെയും ഇതേപോലെ തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മുടെ 2 സംശയങ്ങളും മാറും. ഒട്ടുമിക്ക ആൾക്കാരുടെ സംശയമാണ് RSQ എന്താണ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത്. എടാ ഇനി നോക്കിക്കോ. നമ്മൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുമ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആണ്? എത്ര സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയാ? ഈ 360 ഉണ്ടാക്കണമല്ലോ നമുക്ക്. ഇവിടെ 90ന്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയാണ് ഈ തന്നേക്കുന്നത് 40ഉം 60ഉം. പക്ഷെ നമുക്ക് വേണ്ടുന്നത് ഈ 360ന്റെ ഇല്ല്യോടാ. നമ്മള് പറഞ്ഞായിരുന്നു ഈ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്താണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി വരുന്നതെന്ന്. അപ്പൊ 90ന്റെ ഔട്ട്പുട്ടാണ് നമുക്ക് ഈ കിടക്കുന്ന 40ഉം 60ഉം. നമുക്കത് എന്ത് ചെയ്യണം? ഈ 360ന്റെ ആക്കി മാറ്റണം. അപ്പൊ എന്ത് ചെയ്യും? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം ആദ്യമേ. SQ നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കണം. ആക്ച്വൽ ഔട്ട്പുട്ട്. ഓക്കെ. മെറ്റീരിയൽ Aയുടെ എങ്ങനെ കണ്ടുപിടിക്കുന്നേ? മെറ്റീരിയൽ A ഈസ് ഈക്വൽ ടു 40 എത്രയിലാണ്? 90ലാണ്. അപ്പം 360ൽ എത്ര? ചെയ്യുമ്പോൾ എത്ര നമുക്ക് കിട്ടും? 160 കിലോഗ്രാം എന്ന് കിട്ടും. ഇതാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മെറ്റീരിയൽ Aയുടെ. ഇനി മെറ്റീരിയൽ Bയുടെ എങ്ങനെ കണ്ടുപിടിക്കാം? എടാ ഇത് ഔട്ട്പുട്ടിനെ ബേസ് ചെയ്താണ് എന്ത് വരുന്നത്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് വരുന്നത്. ആക്ച്വൽ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. 90നെ ഈ 360നെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ 90നെ എന്ത് ചെയ്യണം? 360ന്റെ ലെവലിലോട്ട് നമ്മൾ കൊണ്ടുവരണം. അപ്പൊ അതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 40നെ നമ്മൾ 90ൽ 40 ആണെങ്കിൽ 360ൽ എത്ര എന്നാണ് കണ്ടുപിടിക്കുന്നത്. മെറ്റീരിയൽ B ചെയ്ത് നോക്കുമ്പോഴേ നോക്കിക്കോണേ 60 ഉണ്ടല്ലോ. 90ലാണ് 60. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാടാ? നമ്മൾ ഉണ്ടാക്കുന്ന എത്ര പ്രോഡക്റ്റാ? 90 ആണോ? അല്ല. 360 ആണല്ലോ. ഇൻറ്റു 360 ചെയ്യണം. അന്നേരം നമുക്ക് എത്ര കിട്ടൂടാ? 240 കിലോഗ്രാം എന്ന് കിട്ടും. വ്യക്തമായോ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് നമ്മൾ SQ കണ്ടുപിടിച്ചു. SQ നമ്മൾ ഈസി ആയിട്ട് കണ്ടുപിടിച്ചു. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്തുവാണ്? അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാടാ? SP നമുക്ക് കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് പ്രൈസ്. ഏ SP എങ്ങനെ കണ്ടുപിടിക്കുന്നേ? SQ നമ്മൾ കണ്ടുപിടിച്ചു. SP എങ്ങനെ കണ്ടുപിടിക്കുന്നേ? മെറ്റീരിയൽ Aയുടെ SP എത്രടാ? നോക്കിയേ. മെറ്റീരിയൽ Aയുടെ SP. ദാണ്ടേ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ 20 എന്ന്. 20 എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. Bയുടെയോ? 30 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ആക്ച്വൽ ക്വാണ്ടിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. ദാണ്ടേ 180, 220. ആക്ച്വൽ പ്രൈസ് ഇവിടെ തന്നിട്ടുണ്ട് 18, 34. അപ്പോൾ ഇത് ഇനി നമ്മൾ പ്രത്യേകം എഴുതേണ്ട കാര്യമുണ്ടോ? വേണമെങ്കിൽ പ്രത്യേകം എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എഴുതി കാണിക്കാൻ പറ്റും. ഓക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്യുക? ഇതൊന്നുകൂടെ ഒന്ന് മിനിമൈസ് ചെയ്യാം. എന്നിട്ട് നോക്കിക്കോ. നമുക്ക് എന്ത് ചെയ്യും? ഇനി ആ ഡേറ്റ വെച്ചിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇനി നമുക്ക് ആവശ്യമില്ല. കാരണം എല്ലാം നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ദാണ്ടേ SPയും AQയും എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. നമ്മളിപ്പം കണ്ടു. ഇനി ബസ് പ്രത്യേകം കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇനി? SQ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. മിക്ക ക്വസ്റ്റ്യനിലും നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് എന്തുമായിരിക്കും? SQ ആയിരിക്കും കണ്ടുപിടിക്കാനുള്ളത് മെയിനായിട്ട്. ഇനി നമുക്ക് ആൻസറിലോട്ട് പോകാം. ആദ്യം കണ്ടുപിടിക്കാൻ എന്തോ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നേ? വേരിയൻസസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വേരിയൻസ് ഏതാണ്? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. കോസ്റ്റ് വേരിയൻസ് കണ്ടുപിടിക്കാൻ എന്തൊക്കെ ഡേറ്റ വേണം? മെറ്റീരിയൽ Aയുടെ ആദ്യമേ കണ്ടുപിടിക്കണമല്ലോ. മെറ്റീരിയൽ Aയുടെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. മെറ്റീരിയൽ Aയും Bയും ഉണ്ട്. അതിൻ്റെ ടോട്ടലാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ Aയുടെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നോക്കിക്കേ. SQ ഇൻറ്റു SP മൈനസ് AQ ഇൻറ്റു AP. അതാണല്ലോ ഇക്വേഷൻ എഴുതിയേക്കുക. SQ ഇൻറ്റു SP മൈനസ് AQ ഇൻറ്റു AP. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ SQ എന്തുവാ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിച്ച 160 കിലോഗ്രാം. ആ 40 60 ആണോ? അല്ല. ഇതാണ് നമ്മൾ എഴുതേണ്ടത്. 160 കിലോഗ്രാം. 160 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര അവിടെ മേളിൽ കിടക്കുന്നത്? താണ്ട ഈ 20 സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം 160 ഇൻറ്റു 20 മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര അവിടെ ഉള്ളത്? 180. കാരണം മേളിൽ ഉണ്ടല്ലോ ആക്ച്വൽ. 180 ഇൻറ്റു ആക്ച്വൽ പ്രൈസ് എത്ര? 18. അപ്പം 160 ഇൻറ്റു 20 160 ഇൻറ്റു 20 മൈനസ് 180 ഇൻറ്റു 18 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടൂടാ ആൻസർ? 3200 മൈനസ് 3240 എന്ന് കിട്ടും. ആൻസർ നമുക്ക് എത്ര കിട്ടും ഇവിടെ? എത്ര കിട്ടൂടാ? 40 അഡ്വേഴ്സ് എന്ന് കിട്ടും. ഓക്കെ.
40 അഡ്വേഴ്സ് ആണ്. ഫേവറബിൾ ആണോ? അല്ല. അഡ്വേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. മെറ്റീരിയൽ ബിയുടെ ചെയ്യാം. മെറ്റീരിയൽ ബി. മെറ്റീരിയൽ ബിയുടെ നോക്കിയോ. മെറ്റീരിയൽ ബിയുടെ എന്താണ്? നോക്കിയേ. മെറ്റീരിയൽ ബിയുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്ര നമ്മൾ കണ്ടുപിടിച്ചത്? 240 കിലോഗ്രാം. 240 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസോ ദാണ്ട മേളിൽ 30 കിടപ്പുണ്ട്. ദാണ്ടെ ഈ 30 മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര? 220 ഇൻറ്റു ആക്ച്വൽ പ്രൈസ് എത്രയായി? 34ആയി. ഇത് ചെയ്യുമ്പോഴത്തേന് നമുക്ക് എന്തോ കിട്ടൂടാ? 7200 മൈനസ് 7480 എന്ന് കിട്ടും. ഇതിന്റെ വ്യത്യാസം എത്ര? 280 എന്ന് വന്നു. കാരണം നെഗറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ ഇൻവേഴ്സ് ആയിട്ട് കൊടുക്കുന്നത്. കാരണം നമുക്ക് എന്താ നല്ലതല്ല. നമ്മുടെ സ്റ്റാൻഡേർഡിലും കൂടുതൽ പോയി ആക്ച്വൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ടോട്ടൽ മൊത്തത്തിൽ എത്ര വന്നു? എത്ര വന്നടാ? 320 എന്ന് വന്നു. ഇതാണ് നമ്മുടെ എന്ത്? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. ഇത്രയും കണ്ടുപിടിക്കുമ്പോഴാണ് എന്താവുന്നത്? 320 വരെ കണ്ടുപിടിക്കുമ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് നമുക്ക് കിട്ടി. ശരിയായല്ലോ. ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാനുള്ളത് നമ്മുടെ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് നമുക്ക് കണ്ടുപിടിക്കാം. രണ്ടാമത്തെ ഏതാടാ? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിന്റെ ഇക്വേഷൻ നമ്മൾ എന്തോ പഠിച്ചത്? സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് അല്ല, സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു റേറ്റ് ആയാലും പ്രൈസ് ആയാലും സെയിം തന്നെയാണ്. ഇൻറ്റു എന്താ? ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ ബേസിലാണെന്ന് പഠിച്ചു. തെറ്റിക്കരുത്. അന്നേരം മെറ്റീരിയൽ എയുടെ ആദ്യം കണ്ടുപിടിക്കണമല്ലോ. എടാ 2 മെറ്റീരിയൽ ഉണ്ടെങ്കിൽ രണ്ടിൻ്റെയും കണ്ടുപിടിച്ചിട്ട് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഒന്നിൻ്റെ മാത്രം കണ്ടുപിടിച്ചിട്ട് പോകരുത്. ഒരു മെറ്റീരിയൽ മാത്രം ഉണ്ടെങ്കിലാണ് ഒന്നിൻ്റെ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 2 ഉണ്ടല്ലോ, എയും ബിയും. മെറ്റീരിയൽ എയുടെ വേരിയൻസ് നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര കിടക്കുന്നത്? 20. ആക്ച്വൽ പ്രൈസ് എത്ര കിടക്കുന്നത്? 18. അപ്പോൾ 20 മൈനസ് 18 ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര? 180. അപ്പം എങ്ങനെ എഴുതണോ ഇവിടെ? 20 മൈനസ് 18 ഇൻറ്റു 180 എത്ര കിട്ടി നമുക്ക്? 360 എന്ന് കിട്ടി. പോസിറ്റീവ് ആണല്ലോ. 360 എന്ന് കിട്ടി പ്രൈസ്. കാരണം മെറ്റീരിയൽ എ എന്താണ്? നമ്മൾ വിചാരിച്ചതിലും കുറഞ്ഞ രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയടാ? നമുക്ക് ഉപയോഗിക്കാൻ പറ്റി, അല്ലെങ്കിൽ കിട്ടി ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതാണ് അവിടെ പറയുന്നത്. ഇതിൻ്റെ അർത്ഥം അതാണ് ഈ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയുമ്പോൾ. നമ്മൾ സ്റ്റാൻഡേർഡ് കൂട്ടിയതിനേക്കാളും കുറഞ്ഞാണ് നമുക്ക് എന്ത് വന്നത്? മെറ്റീരിയലിന് ചിലവ് വന്നോളൂ. അതാണ് ഇവിടെ ഇതിൻ്റെ അർത്ഥമാക്കുന്നത്. അപ്പോൾ നിങ്ങൾ കോൺസെപ്ച്വലായിട്ട് പഠിച്ചു പോകണം. അല്ലാതെ വെറുതെ ഇങ്ങനെ ഇക്വേഷനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് എന്തിനാ ഉപയോഗിക്കേണ്ടതെന്നും മനസ്സിലാവാതായി പോകും. മെറ്റീരിയൽ ബി. മെറ്റീരിയൽ ബിയുടെ എങ്ങനെയാണ്? സ്റ്റാൻഡേർഡ് പ്രൈസ് നമ്മൾ ഊഹിച്ചു വെച്ചിരുന്നത് എത്രടാ? നോക്കിക്കോ. മെറ്റീരിയൽ ബിയുടെ എത്ര സ്റ്റാൻഡേർഡ് പ്രൈസ് നമ്മൾ ഊഹിച്ചു വെച്ചിരുന്നത്? 30. പക്ഷെ നമ്മുടെ കഷ്ടകാലത്തിന് എന്തോ ആയി? 34ആയി. പ്രതീക്ഷയിലും പോയി. അപ്പോൾ എത്ര? 30 മൈനസ് 34 ഇൻറ്റു എത്ര? ആക്ച്വലി നമ്മൾ എത്ര ഉണ്ടാക്കി? ആക്ച്വലി നമ്മൾ എത്ര ഉണ്ടാക്കിയടാ മൊത്തത്തിൽ? 220. 220 ഉണ്ടാക്കിയെന്നല്ല, 220 നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു. മെറ്റീരിയൽ യൂസ് ചെയ്തു. അപ്പോൾ അതിനെത്ര? -4 ഇൻറ്റു 220 ചെയ്യുമ്പോഴത്തേന് 880 എന്ന് കിട്ടും. അപ്പം മേളി എഫും താഴെ എയും ആണ്. ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആണ്. എടാ പോസിറ്റീവും നെഗറ്റീവും ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സിമ്പിൾ ഇടണം. നമ്മൾ ബേസിക് മാത്സിൽ പഠിക്കുന്നതാണ്. ഒന്ന് പ്ലസ് മൈനസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാടാ? വലുത് ഏതാ? 880 ചെറുത് കുറയ്ക്കണം. ഓക്കെ, വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സിമ്പിൾ ഇടണം. 360 എഫിന്ന് 880 പോവോ? ഇല്ല, നെഗറ്റീവ് അല്ലേ വരും. അന്നേരം 360 മൈനസ് 880 ചെയ്യുമ്പോഴത്തേന് എത്ര കിട്ടും? മൈനസ് 520 കിട്ടും. അപ്പം -520 നമുക്ക് എങ്ങനെ എഴുതാം? 520 എന്ന് എഴുതാം. ഞാൻ ഇതിൽ പറഞ്ഞ ഇത് ചെയ്താൽ മതി. ചെറുതിന്ന് വലുത് കുറച്ചിട്ട് വലുതിൻ്റെ ഇത്, വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ഇത് ഇടണം. അപ്പം 520 കിട്ടി. 520 എന്ന് നമുക്ക് കിട്ടി. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കിട്ടിയല്ലോ. ഇനി അടുത്ത ഏതാണ്ട് പിടിക്കാൻ പോയേ? മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് നമുക്ക് മേളിലോട്ട് എഴുതാം. മെറ്റീരിയൽ മൂന്നാമത്തെ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. ആദ്യം ഏതിൻ്റെ കണ്ടുപിടിക്കണം? മെറ്റീരിയൽ എയുടെ. ഇക്വേഷൻ എന്തുവായിരുന്നടാ? ഒന്ന് ആലോചിച്ച് നോക്കേ. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. SQ ഇൻറ്റു SP മൈനസ് AQ ഇൻറ്റു SP ആണ്. അപ്പോൾ അത് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് ഇങ്ങനെ എഴുതുന്നത് കുറച്ചുകൂടെ സിമ്പിളാണ് കാണുമ്പോഴത്തേന്. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്തുവാണ് ഇവിടെ?
സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാണ്? അതാണ് ഇത് വേണം എടുക്കാൻ. 40, 60 ഒന്നും എടുക്കരുത്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 160. 160 മൈനസ് ആക്ച്വലി എത്ര ആയി? 180 ആയി. ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാടാ? 20. ഓക്കെ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 160 മൈനസ് 180 ചെയ്യുമ്പോഴത്തേന് -20. -20 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര? 20 അല്ലയോ? -20 ഇൻറ്റു 20 ചെയ്യുമ്പോഴത്തേന് -400 എന്ന് കിട്ടും. -400 എന്ന് വെച്ച് കഴിഞ്ഞാൽ 400 എ എന്ന് കിട്ടി. ഇനി മെറ്റീരിയൽ ബി നമുക്ക് നോക്കാം. മെറ്റീരിയൽ ബി ചെയ്യുമ്പോൾ എങ്ങനെയാണ്? എങ്ങനെയാടാ? ഇതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്ര? 240. താണ്ടേ കിടക്കുന്നുണ്ടോ? 240 മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര? 220. 220 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര? 30. കൊണ്ട് 20ൻ്റെ താഴെ കിടക്കുന്നത് 30 പിയുടെ. അന്നേരം എത്ര നമുക്ക് കിട്ടും? 20 ഇൻറ്റു 30 എത്ര കിട്ടും? എത്ര കിട്ടൂടാ? 240 നിന്ന് 220 പോയി കഴിഞ്ഞാൽ 20. 20 ഇൻറ്റു 30 ചെയ്യുമ്പോഴത്തേന് 600 എഫ് എന്ന് കിട്ടും. 600 എഫ്. ഇവിടെ ഒന്ന് മൈനസും പ്ലസും. അപ്പോൾ വലുതിൽ നിന്ന് കുറയ്ക്കണം. 600ൽ നിന്ന് 400 പോയി കഴിഞ്ഞാൽ 200 എഫ് എന്ന് കിട്ടും. ഓക്കെ. ഇവിടെ എത്രയാണ്? 200 എഫ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഒന്ന് റീകൺസിൽ ചെയ്ത് നോക്കാം കിട്ടിയത് ശരിയാണോ എന്ന്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് 200 എഫും മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് 520 എയും. അപ്പം 520 എ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ. അപ്പോൾ എങ്ങനെ 520 നിന്ന് 200 കുറയ്ക്കുമ്പോഴത്തേന് 320 കിട്ടും. വലുതിൻ്റെ സിമ്പൽ എന്ന് വെച്ചാൽ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് എ എന്ന് തന്നെ എഴുതാം. 320 എ. അത് തന്നെയാണല്ലോ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കിട്ടിയത്. ഒരു തെറ്റും ഇല്ലല്ലോ. സിമ്പിൾ അല്ലേ? ഒരു കാര്യമില്ലല്ലോ. പേടിക്കണ്ടേ? അപ്പോൾ ഇത്രയും വരെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? മിക്സിൻ്റെ കാര്യം നോക്കണം. ഇതാണ് നമുക്ക് റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇനി വരുന്നത്. അപ്പോൾ റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എടാ റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇവിടെ നോക്കിയാൽ കണ്ടുപിടിക്കാം. ഇത് നമ്മൾ ഔട്ട്പുട്ടിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞേക്കുന്നത്. എന്ത്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ഇനി റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ബാക്കി എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കാൻ പോകുന്നത് മിക്സ് വേരിയൻസും ഈൽഡ് വേരിയൻസും അല്ലെങ്കിൽ സബ് യൂസേജ് വേരിയൻസ്. അന്നേരം ഈ 40, 60 മിക്സിലാണല്ലോ ഈ 100 വന്നത്. ഇവിടെ 180, 220ലാണ് ഈ 400 വന്നത്. ടോട്ടൽ 400 ഉപയോഗിച്ചു. അതിൻ്റെ മിക്സ് എന്ന് പറയുന്നത് 180 എയും 220 ബിയോട് ചേർന്നതാണ്. ഇവിടെ ടോട്ടൽ 100 എടുക്കുമ്പോൾ 40 എയും 60 ബിയും ആണ്. അപ്പം നമുക്ക് ഇത് തന്നെയാണോ നോക്കാം. നമുക്ക് ഈ ഒരു ഡേറ്റ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം 400ൻ്റെ ബേസിൽ വേണ്ടി നമ്മൾ കമ്പയർ ചെയ്യാൻ. എന്നാൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 400ലോട്ട് കൊണ്ടുപോകണം. അപ്പം 40 എന്ന് പറയുന്നത് മെറ്റീരിയൽ എയുടെയാണ് ആദ്യമേ RSQ കണ്ടുപിടിക്കാൻ പോകുന്നത്. മെറ്റീരിയൽ എയുടെ എത്ര? 100ൽ 40 ആണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട് അല്ല. ഇവിടെ എന്താണ്? മെറ്റീരിയൽ മിക്സ്ചറിൻ്റെ അളവ് വെച്ചിട്ടാണ് നോക്കുന്നത്. ഔട്ട്പുട്ട് നോക്കിയത് എത്ര? ബാക്കി വന്ന 90ഉം 360ഉം വെച്ചിട്ട്. ഇവിടെ നമ്മൾ ടോട്ടൽ ഉപയോഗിച്ച മെറ്റീരിയലാണ്. 100ൽ 40 ആയിരുന്നു എന്തെന്ന് പറയുന്നത് എ. അപ്പോൾ എത്രയാണ് നമുക്ക് വേണ്ടുന്നത്? അതുകൊണ്ട് ഈ 400ലാണ് നമുക്ക് വേണ്ടുന്നത്. ഇൻറ്റു 400 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ എ കിട്ടും. RSQ ഓഫ് എ നമുക്ക് കിട്ടി. RSQ ഓഫ് എ എത്ര കിട്ടി? 400/100 ഇൻറ്റു 40/100 ഇൻറ്റു 400. ഈ 2 സീറോയും വെട്ടിപ്പോവും. 40 ഇൻറ്റു 4 16. അതായത് 160. 40 ഇൻറ്റു 4 160 കിലോഗ്രാം എന്ന് കിട്ടി. ഓക്കെ. ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് KG ഇടുന്നത്. പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ റസ് വരും. ഓക്കെ. റിവേഴ്സ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കൊണ്ടാണ് KG കിലോഗ്രാം വന്നത്. ഇനി മെറ്റീരിയൽ ബിയുടെ എങ്ങനെ കണ്ടുപിടിക്കാം? മെറ്റീരിയൽ ബിയുടെ 100ൽ 60 ആയിരുന്നു. നമുക്ക് എത്രയിലാണ് വേണ്ടുന്നത്? 400 വേണം. അന്നേരം എങ്ങനെ കണ്ടുപിടിക്കും? 60 ഇൻറ്റു 4 64 24 240 കിലോഗ്രാം എന്ന് വന്നു. റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാം? മിക്സ് വേരിയൻസും സബ് യൂസേജ് വേരിയൻസ് അഥവാ ഈൽഡ് വേരിയൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? മെറ്റീരിയൽ മിക്സ്. നാലാമത്തെയാണ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം റിവേഴ്സ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടും തിരിഞ്ഞു പോകരുത്. ഇത് ഔട്ട്പുട്ടിൻ്റെ ബേസിലാണ്. ഇതെന്ന് പറയുന്നത് അതിൻ്റെ മിക്സിൻ്റെ ബേസിലാണ്. ഓക്കെ. തെറ്റത്തില്ലല്ലോ. എങ്ങനെ വന്നെന്നുള്ളത്? മിക്സ് വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്തുവായിരുന്നു? മെറ്റീരിയൽ മിക്സ് വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്തുവായിരുന്നടാ? RSQ മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ആയിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? RSQലോട്ട് ആക്കുന്നത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയെ. മൈനസ് എത്ര?
എത്രടാ? RSQ മൈനസ് AQ ഇൻറ്റു SP ചെയ്യണം. അന്നേരം മെറ്റീരിയൽ എയുടെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മെറ്റീരിയൽ A ഈസ് ഈക്വൽ ടു RSQ ഇപ്പം നമുക്ക് കിട്ടിയ എത്ര? 160 മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ് നമുക്ക്? എത്രയാണ് നമ്മുടെ ആക്ച്വൽ ക്വാണ്ടിറ്റി? താണ്ടെ ഡേറ്റ നോക്കിക്കേ. ആക്ച്വൽ ക്വാണ്ടിറ്റി 180 ആണല്ലോ. അപ്പോൾ RSQ മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ആയ 180 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര? മെറ്റീരിയൽ എയുടെ 20. അന്നേരം എത്ര കിട്ടും? 160 മൈനസ് 180 ആകുമ്പോഴത്തേന് -20 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ എത്ര നമുക്ക് കിട്ടും? എത്ര കിട്ടും? 400 അഡ്വേഴ്സ് എന്ന് കിട്ടും. -400 ആയതുകൊണ്ട് 400 A എന്ന് നമുക്ക് കിട്ടി. ഇനി മെറ്റീരിയൽ ബിയുടെ നമുക്ക് കണ്ടുപിടിക്കാം. മെറ്റീരിയൽ ബിയുടെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ RSQ എത്ര? 240 മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര? 220 ആണ്. മേളിൽ കിടപ്പുണ്ട്. മേളിൽ നിങ്ങൾ കാണുന്നുണ്ടോ? താണ്ടെ ഇവിടെ 220 ആണല്ലോ. മൈനസ് 240 മൈനസ് 220 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ്? 30. അന്നേരം എത്ര കിട്ടും? എത്ര കിട്ടൂടാ? എത്ര കിട്ടും? 240 220 പോയി കഴിഞ്ഞാൽ 20. 20 ഇൻറ്റു 30 600. 600 ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് എന്ത് കിട്ടും? F എന്ന് കിട്ടും. അന്നേരം നമുക്ക് എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സിമ്പിൾ. വലുത് എത്ര? 600. 600 400 കുറച്ചിട്ട് വലുതിൻ്റെ സിമ്പിൾ ഇടുമ്പോഴത്തേന് 600 മൈനസ് 400 200 A 200 F എന്ന് കിട്ടും. വലുത് ഏതാണ്? F അല്ലയോ? അപ്പോൾ F എന്ന് കിട്ടും. ഓക്കെ. അന്നേരം ഇവിടെ എത്ര കിട്ടി? ടോട്ടൽ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ടോട്ടൽ എത്ര കിട്ടൂടാ? 200 F എന്ന് കിട്ടി മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. ഇനി എന്ത് കണ്ടുപിടിക്കണം നമ്മൾ? മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് മെറ്റീരിയൽ സബ് യൂസേജ് അഥവാ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്. ഈൽഡ് വേരിയൻസ് രണ്ടും ഒന്ന് തന്നെയാണ്. അവിടെ ഇരുന്ന് തിരിഞ്ഞു പോയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കരുത്. ഒക്കെ പ്രാന്തൊന്നും കാണിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? മെറ്റീരിയൽ എയുടെ കണ്ടുപിടിക്കാം. മെറ്റീരിയൽ എയുടെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇക്വേഷൻ എങ്ങനെയായിരുന്നു? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് റിവേഴ്സ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാണ്? പഴയ 40 60 ആണെന്ന് എടുക്കണ്ടേ? അല്ല. പിന്നെന്തോ നമ്മൾ ഈ കണ്ടുപിടിച്ചേ 160 240 എടുക്കണ്ട്. അപ്പം 160 ആണല്ലോ നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആയിട്ട് 160 എടുത്തു. പിന്നെ റിവേഴ്സ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എപ്പോഴാണ് കിട്ടിയത്? അതും 160 തന്നെയാണ്. അപ്പം 160 മൈനസ് 160 അന്നേരം 0 അല്ലേ വരുന്നേ. ആ 0യുടെ കൂടെ പിന്നെ എന്തെങ്കിലും ചെന്ന് ഗുണിക്കേണ്ട കാര്യമുണ്ടോ? സ്റ്റാൻഡേർഡ് പ്രൈസ് ഗുണിക്കണോ? ഇല്ല. ഗുണിച്ച് കഴിഞ്ഞാൽ എന്ത് തന്നെ കിട്ടും? 0 തന്നെ കിട്ടും. അന്നേരം മെറ്റീരിയൽ എയ്ക്ക് എന്തില്ല? നില്ലെന്ന് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ. നില്ലെന്ന് നമുക്ക് കിട്ടും. അവിടെ പ്രത്യേകിച്ച് വേരിയൻസ് ഒന്നും ഇല്ല. നില്ലെന്ന് നമുക്ക് കിട്ടി. മെറ്റീരിയൽ ബിയുടെ നമുക്ക് നോക്കാം. മെറ്റീരിയൽ ബിയുടെ നോക്കേ. മെറ്റീരിയൽ ബിയുടെ എത്ര സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി? നമ്മളിപ്പോൾ നേരത്തെ കണ്ടുപിടിച്ചത് എത്ര? 240. താണ്ടെ 240 കിലോഗ്രാം. എന്ത് ചെയ്യും? താണ്ടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് 240 കിലോഗ്രാം. മെറ്റീരിയൽ ബിയുടെ അതേപോലെ RSQ എത്ര കണ്ടുപിടിച്ചത്? അതും 240. അന്നേരം അത് 0 ആയി പോകുമല്ലോ. അപ്പോൾ അവിടെ എന്തില്ല? വേരിയൻസ് ഒന്നും ഇല്ല. അത് എന്താണെന്ന് കിട്ടിയത് നമുക്ക്? നില്ലെന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എന്താണ്? 2 കൂടെ 0 ആണല്ലോ. അത് അങ്ങനെ അങ്ങ് പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടെ റീകൺസിൽ ചെയ്ത് നോക്കാം. എങ്ങനെ റീകൺസിൽ ചെയ്യും? മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ഈസ് ഈക്വൽ ടു മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. അപ്പം 0 പ്ലസ് 200 F ആണ്. 200 ആണ്, 600 അല്ല. 600 അങ്ങനെ എയുടെയും ബിയുടെയും സെപ്പറേറ്റ് ആണ്. അത് ഒന്നിപ്പിക്കുമ്പോഴാണ് 200 F എന്ന് കിട്ടുന്നത്. 0 പ്ലസ് 200 F ഈസ് ഈക്വൽ ടു മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ത്? താണ്ടെ മേടി കിടക്കുന്ന 200 F എന്ന് കിട്ടി. താണ്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൻസർ ശരിയാണെന്ന് അർത്ഥം. അപ്പോൾ ഇതേപോലെ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം തന്ന ഡേറ്റാസ് എല്ലാം ടേബിളിനകത്ത് ആക്കണം. സ്റ്റാൻഡേർഡ് ഓരോ എയുടെയും ബിയുടെയും ഇങ്ങനെ തരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതൊരു ടേബിളിനകത്ത് ആക്കിയിട്ട് വ്യക്തമായിട്ട് അനലൈസ് ചെയ്യണം. ലോസ് എല്ലാം നമ്മളിവിടെ ലോസിനൊന്നും പ്രാധാന്യമൊന്നുമില്ല. ലോസ് ഒക്കെ എടുത്ത് കളയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഔട്ട്പുട്ട് നമുക്ക് പ്രാധാന്യം എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ 90ൻ്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയാണ് തന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് എത്ര വേണം? 360ൻ്റെ വേണം മെറ്റീരിയലും അതൊക്കെ. അന്നേരം 90ൽ 40 മതിയായിരുന്നു. പക്ഷേ 360ൽ എത്ര വേണം നമുക്ക്? 160 കിലോഗ്രാം വേണം. അപ്പോൾ ഇപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈക്വൽ ഔട്ട്പുട്ട് ആകുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ഈ ക്വാണ്ടിറ്റി തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലോട്ട് നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? മെറ്റീരിയൽ ബി നമുക്ക് 360 ഔട്ട്പുട്ടിന് എത്ര വേണമെന്നുള്ളത് കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി വേണം നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. 50 ചക്കയും 30 മാങ്ങയും കൂടി തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം ഈക്വൽ ആയിട്ട് കൊണ്ടുവരുന്നു.
അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, യൂസേജ് വേരിയൻസും, പ്രൈസ് വേരിയൻസ് കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ എന്തുവാ വന്നത്? റിവേഴ്സ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചു. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ മിക്സ്ചർ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. 40ഉം 60ഉം വെച്ചിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ 100ൽ 40ഉം 60ഉം വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ നമുക്ക് വേണ്ടുന്നത് എത്രയാണ്? 100ന്റെ ആണോ? അല്ല, 400ന്റെ ആണ് വേണ്ടുന്നത്. അപ്പോൾ 400 എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. 100ൽ 40 ആണെങ്കിൽ 400ൽ എത്ര ആയിരിക്കും? ടോട്ടൽ 400ൽ എത്രയായിരിക്കും എ എന്ന് പറയുന്നത്? 160 എ ആയിരിക്കും. ടോട്ടല് 100ൽ 60ആണ് ബി എങ്കിൽ 400ൽ എത്രയായിരിക്കും ബി എന്ന് പറയുന്നത്? 240 ബി ആയിരിക്കും. പക്ഷേ ഇവിടെ അത്രയും വന്നിട്ടുണ്ടോ? ഇവിടെ 220 180 വന്നിട്ടുള്ളൂ ആക്ച്വല്. ഓക്കെ. അപ്പോൾ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് സെയിം ആണ്. പക്ഷേ ആക്ച്വൽ വന്നേക്കുന്നത് വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്തിൽ വ്യത്യാസം വന്നത്? മെറ്റീരിയൽ മിക്സ് വേരിയൻസിൽ വ്യത്യാസം വന്നത്. സിമ്പിൾ ആണല്ലോ. ഒരു കോംപ്ലിക്കേഷനും ഇല്ലല്ലോ. ഇതുപോലെ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനകത്ത് നിന്ന് വരുന്ന ഏതൊരു ക്വസ്റ്റ്യനും, അതായത് മെറ്റീരിയൽ കോസ്റ്റിനകത്ത് വരുന്ന ഏതൊരു ക്വസ്റ്റ്യനും ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെന്താ, ഈ ഒരു ലെവലായിരിക്കും നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസും. അപ്പം നല്ല രീതിയിൽ എന്തൊക്കെ പഠിക്കുക? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടും അതേപോലെ തന്നെ റിവേഴ്സ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പഠിക്കുക. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും? നിങ്ങൾക്ക് അവിടെ കിട്ടും.